ഇന്നത്തെ മാർക്കറ്റ് സെക്ഷൻ കണ്ടീഷൻ ഇങ്ങനെയാണ്. വോയിസ് ഓപ്പൺ ആക്കുക. ഇന്ന് ജോയിൻ ചെയ്താണ് ജോബി. ഓക്കെ ഇന്ന് ജോയിൻ ചെയ്ത്. ഓക്കെ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്കാണ് എനിക്ക് കോള് കിട്ടിയത്. അപ്പൊ ഇന്ന് 8:30 ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ നമ്മളെ റെക്കോർഡർ അയച്ചിട്ടുണ്ടാവുമല്ലോ സ്റ്റാഫ്. ഞാനത് ഇപ്പോഴാണ് വീട്ടിൽ വന്നത് നോക്കിയപ്പോഴാണ് കണ്ടത്. ഓക്കെ, നോ പ്രോബ്ലം, കുഴപ്പമില്ല. ഇന്ന് എന്തായാലും സ്റ്റേബിൾ ആയിട്ട് നിൽക്കാം നമുക്ക്. ഇന്ന് നമ്മളെ 5ാമത്തെ സെക്ഷൻ ആണ്. ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്ത് തരട്ടെ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ ഇത് നമ്മൾ പഴയ ആൾക്കാർ കുറെ, നമ്മളെ ഫസ്റ്റ് സെക്ഷൻ തിങ്കളാഴ്ച മുതൽ കുറെ ആൾക്കാരുണ്ടാവും ഇതില്. ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയാണ്, കണ്ടീഷൻ എന്താണ്, കാര്യങ്ങൾ. ഇന്ന് നല്ല മാർക്കറ്റാണ്. ഇന്ന് ഗോൾഡ് നല്ല മാർക്കറ്റാണ് ഉണ്ടായത്. ഗോൾഡിൽ നമുക്ക് നല്ല മാർക്കറ്റ്, നല്ല എൻട്രീസ് ആണ് ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഹലോ. ഇന്ന് ഓക്കെ, ഗോൾഡ് മാർക്കറ്റിൽ ഇന്ന് നല്ലൊരു സ്ട്രക്ചർ ബേസ്ഡ് മൂവ്മെന്റ് ഉണ്ടായത്. കാര്യങ്ങളൊന്നും നല്ലൊരു മാർക്കറ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ നമ്മുടെ ഇത് വാച്ച് ചെയ്ത സമയത്ത് നമ്മൾ നോർമൽ പറഞ്ഞ പോലെ തന്നെ, അപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്കിത് ഓവാൻഡന്റെ ചാർട്ടൊക്കെ ഒഴിവാക്കി ബിനാൻസിലേക്ക് മാത്രം പോകേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. കാരണം ഈ മീൻസ് ഒരു 5-8 പോയിന്റ് ഒക്കെ മൂവ് ചെയ്തിട്ടേ ഇതിൽ എൻട്രി വരുന്നുള്ളൂ. ഞാൻ ഇന്ന് നോക്കി. അത് ഒവാണ്ടന്റെ ചാർട്ടില്. അതെ, ഈ ഒവാണ്ടന്റെ ചാർട്ടും ബിനാൻസിന്റെ ചാർട്ടും ഓൾറെഡി 5 പോയിന്റ് ഡിഫറൻസിലാണ് ഉള്ളത്. അതുണ്ട്. അപ്പൊ നമുക്ക് അതിൽ മാത്രമല്ല ഇത് പ്രാക്ടിക്കൽ ഉള്ളൂ ഈ സംഭവം. ഇല്ല, അതായത് ഒവാണ്ടയിലും എടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പൊ ഒവാണ്ടയിലേക്ക് വരുന്ന സമയം ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നമ്മൾ ഇതിലിപ്പോ നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ഡൗട്ട് ഞാൻ മേജറായിട്ടൊരു ഡൗട്ടാണ്, ഞാൻ കാണിച്ചു തരാം. അതായത് അവിടെ എങ്ങനെയാണ് അത് എടുക്കാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ക്ലാസ് തുടങ്ങിയിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, തുടങ്ങിയിട്ടില്ല. കുറച്ച് ആൾക്കാരും കൂടി ജോയിൻ ചെയ്യാനുണ്ട്. ഒവാണ്ടന്റെ ചാർട്ടിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ നിങ്ങൾ പറയുന്നത്, ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് 4350 എൻട്രി വന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇത് ക്യാൻഡിൽ. ഓക്കെ, അതായത് ഈ ഒരു ക്യാൻഡിൽ, അതായത് ഏകദേശം 16:35 എന്ന് പറയുമ്പോൾ 4:35 ഈ ക്യാൻഡിൽ. ഓക്കെ, 4:35 ഈ ക്യാൻഡിലാണ് മാർക്കറ്റ് ബുള്ളിഷിലേക്ക് വരാൻ തുടങ്ങിയത്. എൻട്രി കൺഫർമേഷൻ കിട്ടുന്നത് 1, 2, 3 ഈ ക്യാൻഡിലാണ് എൻട്രിയുടെ കൺഫർമേഷൻ. ഈ ക്യാൻഡിലാണ് ഈ ബോക്സിന്റെ കൺഫർമേഷൻ ഫുള്ളായിട്ട് വരുന്നത്, ഈ ഒരു ക്യാൻഡിൽ. അതായത് 4:35 അതായത് ഈ ഇതിൽ കാണിക്കുന്ന ഈ സ്ട്രോങ് ബൈ ഈ ബോക്സിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് ഏത് ക്യാൻഡിലാണ് ട്രെൻഡ് റിവേഴ്സൽ ആകുന്നത് ആ ക്യാൻഡിലാണ് ഈ 4350 എന്ന് പറയുന്ന ഈ ക്യാൻഡിലതാന്ന് കാണിക്കൽ. എൻട്രി വരുന്നത് ഈ സ്ട്രോങ് ബുള്ള് വന്ന ഈ ഒരു ക്യാൻഡിൽ എത്തുമ്പോഴാണ് ഇതിന്റെ കണ്ടീഷൻ പ്രോപ്പർലി നമുക്ക് എന്നാവല് എൻട്രി എടുക്കേണ്ട പൊസിഷനിലേക്ക് മാർക്കറ്റ് എത്തല്. അതായത് 1, 2, 3 3 ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് കൺഫർമേഷൻ ഇപ്പം ഇതിൽ ഈ എൻട്രി വന്നിട്ടുള്ളത്. ഈ ബോക്സിൽ കാണിക്കുന്ന വാല്യൂ കാണിക്കുമല്ലോ അതിന്റെ ലെവൽ എത്രയാന്നുള്ളത്. സ്ട്രോങ് ബൈ ഇപ്പൊ 4350 അതന്നെ 4350 ആണ് സ്ട്രോങ് ബൈ. ഈ 4350 സ്ട്രോങ് ബൈ മാർക്കറ്റ് ട്രെൻഡ് റിവേഴ്സൽ, ഈ ക്യാൻഡിൽ റിവേഴ്സൽ ആകുന്നത്, അതായത് ഏത് ക്യാൻഡിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സൽ ആകുന്നത്, ഏത് ഏരിയയിൽ നിന്നാണ്, ആ റിവേഴ്സൽ ഏരിയ ആണ് ഇവിടെ കാണിക്കുന്നത് ഈ ഇതിൽ വരുന്നത്. അതായത് 4350 നിന്നാണ് മാർക്കറ്റ് റിവേഴ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതാണ്. പക്ഷെ സാറേ അത് മൂന്നാമത്തെ ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷമാണ് അത് ആ മെസ്സേജ് അവിടെ വരുന്നത്.
മനസ്സിലായില്ലേ? അതായത് മൂന്നാമത്തെ ക്യാൻഡിൽ എന്ന് പറയുമ്പോ അത് ഏകദേശം പിന്നെ ആ സാർ അതിന്റെ ബോട്ടത്തിൽ കൊണ്ടുവച്ച് സാർ പറഞ്ഞ ക്യാൻഡിലിൽ നിന്ന് മൂന്നാമത്തെ ക്യാൻഡിലിന്റെ ബോട്ടത്തിൽ കൊണ്ടുവച്ച് 1 2 3 ഇതാണ് മൂന്നാമത്തെ ക്യാൻഡിൽ. അല്ല അതിനും രണ്ട് ക്യാൻഡിലിന്റെ അപ്പുറത്താണ് അത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ക്യാൻഡിൽ വെക്കണം സാറേ. അല്ല, ഞാൻ പറഞ്ഞുതരാം അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അഞ്ചാമത്തെ ക്യാൻഡിലിന്റെ ബോട്ടത്തിൽ സാറൊന്ന് വെച്ചിട്ട് റേറ്റ് ഒന്ന് നോക്കിയോ പ്ലീസ്. അഞ്ചാമത്തെ ക്യാൻഡിൽ അവിടെയാണ്. അവിടെ എത്തുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഈ മെസ്സേജ് കാണുന്നത്. അപ്പൊ നമ്മൾ അതുവരെ നമ്മളും കൺഫർമേഷൻ ഇല്ലാതെ ഒരു സ്ട്രോങ് ബൈയോ എന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുമ്പോൾ ഇതും അതും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം എത്ര സാറേ? ഞാനത് ഒന്നും കൂടി ഞാൻ അതിന്റെ ഡൗട്ടാണ് ഇവിടെ ക്ലിയർ ആക്കുന്നത്. ഇവിടെ ST എൻഡർ വന്നണ്ട, പക്ഷെ വരുന്നത് ആ സമയത്തെന്നാണ് ഞാൻ പറയുന്നത് സാറേ. അതന്നെയാണ് നാലാമത്തെ അഞ്ചാമത്തെ ഇതില് ഞാൻ അതാണ് ആദ്യം ക്ലിയർ ആക്കിയത്. ഇതില് കാണിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് റിവേഴ്സൽ, ഈ ക്യാൻഡിൽ റിവേഴ്സൽ ആകുന്ന വാല്യൂ ആണ്. എൻട്രി കൺഫർമേഷൻ കിട്ടുന്നത് ഈ ക്യാൻഡിലാണ്. എൻട്രി ഈ ക്യാൻഡിൽ ഇപ്പൊ അത് കണ്ടോ, സ്ട്രോങ് ബുള്ളിയുടെ ST എൻട്രി വന്നു. അത് അത്രയും കൺഫർമേഷനിലെ ക്യാൻഡിൽ ആയതുകൊണ്ടാണ് ST എൻട്രി വന്നത്. ഈ ക്യാൻഡിൽ എത്തുമ്പോഴാണ് ഈ ബോക്സ് അലൈൻഡ് ആകുന്നത്. നമുക്ക് ഈ ബോക്സ് അലൈൻഡ് ആവണമല്ലോ. ഒരിക്കലും ഈ ക്യാൻഡിൽ ബോക്സ് അലൈൻഡ് ആവില്ല, ഈ ക്യാൻഡിലും അലൈൻഡ് ആവില്ല. അതായത് മാർക്കറ്റ് ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ ഡാഷ്ബോർഡ് നോക്കിയൊരു സാധനമുണ്ട്. ഇതില് നമുക്ക് എന്നാക്കണം, ഇത് 100 ആണ്. ഇതില് ഈ ഇത്രയും കാര്യങ്ങൾ അലൈൻഡ് ആവണല്ലോ മാർക്കറ്റ്. ഈ ഒരു ക്യാൻഡിൽ എത്തുമ്പോഴാണ് പറയട്ടെ സാറേ, സാറ് പറയുന്നത് മാർക്കറ്റ് ബാക്ക് എൻഡിൽ നിങ്ങളെ കൺഫർമേഷൻ എല്ലാം ശരിയായാൽ മാത്രമേ ഈ മെസ്സേജ് അവിടെ അപ്പിയർ ആവത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് മുകളിലോട്ടായിരിക്കും, താഴോട്ടിറങ്ങി വരൂല ഉടനെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് അതിന്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യുന്നത് കോർപ്പറേറ്റിന്റെ കൂടെ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയ്യേഴ്സിനെയാണ് നമ്മൾ എന്താക്കുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത്. റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ ട്രേഡിൽ നമ്മൾ ഒരാളും അതായത് എൻട്രി ആകുന്നില്ല. ഇവിടെ ഒരു റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ എൻട്രി ആവുന്നില്ല. അങ്ങോട്ട് അടിച്ച് മാർക്കറ്റ് പുതിയൊരു സ്റ്റുഡന്റ് ആണ്. എന്റെ ഡൗട്ട്, അതായത് അത്രത്തോളം സ്ട്രോങ് ബുള്ളിഷ് വന്നാൽ മാത്രമേ സിഗ്നൽ കിട്ടുള്ളൂ എന്നാണോ? അതായത് സ്ട്രോങ് ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ഇന്നത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ നോക്കാം. ഇന്നത്തെ ഒരു മാർക്കറ്റ് നമുക്ക് സ്റ്റാർട്ടിംഗ് മുതൽ ഏകദേശം അതന്നെ. ഇന്നത്തെ ഒരു ഡേ മുതൽ നോക്കാം. 14-ാം തീയതി മാർക്കറ്റ് മുതൽ നമുക്ക് നോക്കാം. അതായത് ഇതാണ് ഞാനത് കാണിച്ചു തരാം. അതായത് ഇതാണ് നമുക്ക് 14-ാം തീയതി നമുക്ക് മാർക്ക് ചെയ്തിട്ട് തന്നെ കാണിക്കാം, കറക്റ്റ് തിരി. ഇതാണ് 14. ആ ട്രേഡിംഗ് വ്യൂ ആണ്. അതിലാണ് ഇത് ചെയ്യുന്നത്. യെസ് അതിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അത് ത്രൂ നിങ്ങളെ ബ്രോക്കർ കണക്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ നമുക്ക് ഇത് വന്നു. അപ്പൊ ഇവിടെ ഇന്ന് മാർക്കറ്റില് സ്റ്റാർട്ടിങ്ങിൽ ഇത് ഇന്നലെ രാത്രി വന്നൊരു എൻട്രി ആണ്. ഇന്നലെ രാത്രി ഏകദേശം 23-ന് വന്നതാണ്. 23, 11 മണി 12 മണിക്ക് വന്നൊരു എൻട്രി ആണ്. ഇത് ഏകദേശം ഇവിടെ ക്ലോസ് ആയി. 1:25 ഇവിടെ എക്സിറ്റ് പറഞ്ഞു. ഈ എൻട്രിക്ക് ഇവിടെ എക്സിറ്റ് ഓൾറെഡി തന്നു. ഇത് നല്ലൊരു എൻട്രിയാണ്, മൂവ്മെന്റിൽ എൻട്രിയാണ് ഉണ്ടായത്. അതിനുശേഷം ഇവിടെ ഒരു സ്ട്രോങ് ബൈ, ചെറിയൊരു എൻട്രി ഇവിടെ TP1, അതായത് TP1 TP2 അടിക്കുന്ന ചെറിയൊരു എൻട്രി ഇവിടെ കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഒരു ചെറിയൊരു സെല്ല്, അതായത് ഈ ഒരു ഏരിയ ചെറിയൊരു സപ്പോർട്ടിങ് ഏരിയയിൽ ചെറിയൊരു എൻട്രി ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമുക്ക് മേജർ മാർക്കറ്റ് 5.45-ന്റെ ഈ ഒരു ക്രാഷ്, ബിഗ് ക്യാഷ്, വലിയ നല്ല കിടിലം പോലത്തെ എൻട്രി ഇവിടെ 5.45 എന്നാക്കിയിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏതാ വെളുപ്പാങ്കാലത്ത് തന്നെ ഇന്നത്തെ മൊത്തം ഒന്ന് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അത് വന്നു, അത് കംപ്ലീറ്റ് ആയി, എക്സോസ്റ്റ് വന്നു. അടുത്ത ഒരു ചെറിയൊരു ബൈ, അതായത് ഇതൊരു സപ്പോർട്ടിങ്, ഒരു ചെറിയൊരു ബൈ എൻട്രി ഇവിടെ, ഇത്രയും വലിയ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് സപ്പോർട്ടിങ് ഏരിയയിലുള്ള എൻട്രി ആണ്. ഇത് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ സാധനം വരുന്ന സമയം ഇതിൽ അലൈൻഡ് ആയിരിക്കൂല. അപ്പൊ ഇവിടെ ചെറിയ 2 എൻട്രി വന്നു. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഞാൻ 2ാമത്തെ ക്ലാസ്സിലാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് അതിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓൾറെഡി പ്രോഗ്രാംഡ് ആണോ? ഓൾറെഡി പ്രോഗ്രാംഡ് ആണ്. അപ്പൊ നമ്മളിപ്പോ ട്രേഡിംഗ് വ്യൂ ആപ്പ് നമ്മള് ഡൗൺലോഡ്, നമ്മളെ ഫോണിലാണെങ്കിൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം അല്ലേ? ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക, അതിൽ ഒന്ന് രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ശരി, അത് നമ്മളിപ്പം ആപ്പാണോ അല്ലെങ്കിൽ നമ്മള് അടിച്ചിട്ട് വരുന്നതാണോ? ആപ്പ് തന്നെയാണ്. യെസ്, പ്ലേ സ്റ്റോറിന് ആപ്പ് തന്നെയാണ്.
ഓക്കെ ഇത് ഇവിടെ കണ്ടോ, ഇത് ചെറിയ റീറ്റെയിൽ ട്രേഡേഴ്സ്, അതായത് ഇത്രയും വലിയ കോർപ്പറേറ്റ് കളിച്ച് ചെറിയ മാർക്കറ്റ് എന്ന് പറയാ ഈ സപ്പോർട്ട് എടുക്കുന്ന ഏരിയയിലേക്കാണ് റീറ്റെയിൽ ട്രേഡ്, അതായത് അവർക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. അതായത് ഓക്കെ മാർക്കറ്റ് ചെറിയ സപ്പോർട്ടിങ് ഏരിയയിൽ ഇവിടുന്ന് എൻട്രി എടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് അടുത്ത നല്ല എൻട്രി ആണ് അടുത്ത എൻട്രി ഇന്നത്തെ ഞാൻ ഇവിടുന്ന് ചോദിക്കുന്ന ഡൗട്ടും കൂടി, മാർക്കറ്റിംഗ് കൺസൾട്ടേഷൻ നടക്കുമ്പോൾ നിലവിൽ ഈ സിഗ്നൽ എങ്ങനെ വരത്തില്ല, അതെങ്ങനെയാണ്? മാർക്കറ്റിൽ കൺസൾട്ടേഷൻ നടക്കുമ്പോൾ സിഗ്നൽ വരൂല നമുക്ക് അത്രയും. അതായത് ഒരു സിഗ്നലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 50% അതിന്റെ കൺഫർമേഷൻ. ബാക്കി 50% ഇതിൽ കൺഫർമേഷൻ എടുക്കേണ്ടത്. ഇത് രണ്ടും കൺഫേം ആയതിനു ശേഷമാണ് നമ്മൾ എൻട്രി എടുക്കാനുള്ളത്, എൻട്രിയിൽ കയറുന്നത്. യെസ്, ഇവിടെ ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ അതിന് 50% കൺഫർമേഷൻ ഉണ്ട് ഒരു എൻട്രിക്ക്. വെറുതെ വരുന്ന ഒരു എൻട്രി അല്ല. പിന്നെ ഞാൻ വേറെ ജസ്റ്റ് സജഷൻ ഒന്ന് ചോദിച്ചോട്ടെ. ഞാൻ ഈ 50% നിങ്ങൾക്ക് അവിടെ സിഗ്നൽ തരികയും ഇപ്പുറത്ത് മെസ്സേജ് വരാതിരിക്കുകയും ചെയ്താൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു ബൈ ചാൻസ് ആണ് 50-50 ചാൻസ് ചിലപ്പോൾ സെല്ലിലോട്ട് പോകും 50-50 ചാൻസ്. പക്ഷെ അതിന്റെ പ്രോപ്പർ കാര്യങ്ങൾ നമ്മൾ എന്നാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഡാഷ്ബോർഡ്, നിങ്ങൾ ഈ ഡാഷ്ബോർഡ് എല്ലാവർക്കും ഒന്ന് കംപ്ലീറ്റ് ഞാൻ ഇതൊന്നും കൂടി ഇന്ന് പറഞ്ഞു തരും. അത് കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. ഇതിലുള്ള മേജർ ഡൗട്ട് നമ്മൾ ഉണ്ടായത് പറഞ്ഞാൽ അതിന്റെ വാല്യൂൻ്റെതാണ്. അപ്പൊ ആ വാല്യൂൻ്റെത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ലാസ്റ്റ് ഇവിടെ കണ്ടോ, ഇവിടെയാണ് നമുക്ക് ഈ ലാസ്റ്റ് ക്യാൻഡിൽ തന്നെ നോക്കാം. ഇതിലുള്ള വാല്യൂ കാണിക്കുന്നത് 43.50. നമ്മൾ പറഞ്ഞ പോലെ ഈ ക്യാൻഡിലാണ് ഈ സ്റ്റാർട്ടിങ്. ഇതിൽ കാണിക്കുന്ന വാല്യൂ മാർക്കറ്റ് റിവേഴ്സൽ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത മുതലാണ്. ഇവിടെ വാല്യൂ വന്നു നമുക്ക് ഏകദേശം ഈ ക്യാൻഡിലാണ് ഇതിന്റെ എൻട്രി വന്നിട്ടുണ്ടാവല്. അതായത് ഈ ക്യാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഈ ബുള്ള് വന്നു കഴിഞ്ഞാൽ ഇത് സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയി. അതായത് ഇനി ഇത് 5 മിനിറ്റിൻ്റെതാണ്. ഈ ഒരു ഇവിടെ നിങ്ങൾ ഇതിൽ കാണും ഓരോ ബുള്ള് വരുന്നത്. ഇത് ഓരോ സ്ട്രോങ് സപ്പോർട്ടാണ്. ഇനി മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വരണമെങ്കിൽ ആദ്യം ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. ഇവിടുന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. അവിടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം മാർക്കറ്റിന് ഡൗൺ ട്രെൻഡിലേക്ക് വരികയാണെങ്കിൽ. കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഏകദേശം 73 തൊട്ട് സെല്ല് ആവാനാണ് സാധ്യത. സ്ട്രാറ്റജി വെച്ച് നോക്കുമ്പോൾ എന്റെ സ്ട്രാറ്റജി എനിക്കറിയില്ല. ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇനി ഇത് സെല്ലിലേക്ക് ഓക്കെ നമുക്ക് ഈ ഒരു ഏരിയ നിന്നൊക്കെ സെല്ല് വന്നു. അതായത് ഇവിടെ നിന്നൊക്കെ ഈ എൻട്രി കിട്ടാതെ ഇവിടുന്ന് എൻട്രി ആയിക്കോന്ന് പറഞ്ഞു. ഇതൊക്കെ എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. മാർക്കറ്റ് അത്രയും പമ്പ് ചെയ്യുമ്പോഴാണ് ഈ ക്യാൻഡിലും എൻട്രി കൊടുത്തു, ഈ ക്യാൻഡിലും എൻട്രി ആയിക്കോന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ എൻട്രി കൊടുത്തിട്ടുണ്ട്. അത്രയും കൺഫർമേഷൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെയൊക്കെ എൻട്രി വന്നത്. ഇപ്പൊ മാർക്കറ്റ് ഈ കൺഫർമേഷൻ മെസ്സേജും വരുന്നുണ്ട്. യെസ്, അവിടെയൊക്കെ എൻട്രി എടുക്കാം. അതായത് ഇപ്പൊ ഇവിടുന്ന് ഒരാൾക്ക് എൻട്രി കിട്ടാത്ത ഒരാൾക്ക്, പക്ഷേ മാർക്കറ്റ് അത്രയും മൂവ്മെന്റ് പമ്പ് ചെയ്യുന്നുള്ളത് ബാക്കിൽ കിട്ടിയത് കൊണ്ടാണ് ഇവിടേക്ക് എൻട്രി എടുത്തു എന്നുള്ള കൺഫർമേഷൻ. ഇപ്പോഴും മാർക്കറ്റിന്റെ കണ്ടീഷൻ നോക്കുന്ന സമയം, ഈ ബോക്സ് നോക്കുന്ന സമയം ഒന്ന് ബുള്ളിഷ് ആണ് ഇപ്പോൾ കറന്റ് മാർക്കറ്റ് അലൈൻഡ് തന്നെയാണ്. അതായത് 15 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഇപ്പൊ എന്താണ് ബുള്ളിഷ് തന്നെയാണ്. കണ്ടോ, 15ാമത്തെ മിനിറ്റിലും മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ്. അതായത് 15ഉം 5ഉം അലൈൻഡ് ആണ് ഇപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ. അതായത് മാർക്കറ്റ് അക്യുമുലേഷൻ ആണ്. അതായത് ബുള്ളിഷ് വരുമ്പോൾ ഇവിടെ അക്യുമുലേഷൻ തന്നെയാണ് ഉണ്ടാവല്. XTA ആക്ഷൻ ഇവിടെ ഇപ്പോൾ റീറ്റെയിൽ ഫ്ലോ ആണ് മാർക്കറ്റിൽ ഉള്ളത്. INX ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സ് ലോഗിങ് ആകുന്ന സമയം ഇവിടെ ലോഗിങ് കാണിക്കും. ഇപ്പോൾ ഈ സുപ്രഭാതത്തിലെ INX എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സ് ലോഗിങ് എക്സിറ്റ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അതിവിടെ വരും. ഇപ്പം കുഴപ്പം, ഇപ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ് മാർക്കറ്റിലുള്ളത്. നോർമൽ ഫ്ലോ റീറ്റെയിൽ ട്രേഡേഴ്സ്. ഓക്കെ, വോളിയം പ്രഷർ അത് ഓരോ ക്യാൻഡിൽ മാറുമ്പോൾ ഉണ്ടാകുന്നതാണ് വോളിയം പ്രഷർ. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ ആണ്. മാർക്കറ്റിൽ വെയിലാക്ട് ഇല്ല, സ്റ്റേബിൾ ആണ്. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്ന സമയം അഗ്രസീവ് ആണെങ്കിലൊക്കെ ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു മൈനസ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് Z സ്കോർ എന്ന് പറയുന്നത് അത് 10/4 ആയി. അതായത് 4% റിസ്ക് ഇതിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് റിസ്ക് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ നോക്കുന്ന സമയം റിസ്ക് കുറവാണെങ്കിൽ അതെന്താണ്, അത് പ്രശ്നം കുഴപ്പമില്ല, ബൈ തന്നെ. പക്ഷെ റിസ്ക് മാത്രമല്ല, ഇവിടെ ഇന്റലിജൻസ് ബോക്സ് ഉണ്ട് Z സ്കോർ, ഇത് മൈനസ് ആയി. ഇവിടെ ഗ്രീൻ ആണ് ഉള്ളത്, പക്ഷെ ഇത് മൈനസിലേക്ക് വന്നു. ഇപ്പൊ പ്ലസ് ആയിട്ടുണ്ട്. ഇത് ഗ്രീനും ഇവിടെ മൈനസ് ആണെങ്കിൽ അവിടെ ഇത് ക്യാൻഡിലും കളർ മാത്രമേ ഗ്രീൻ ഉള്ളൂ. ബാക്ക് എൻഡിൽ ബൈ, അതായത് സെല്ലിലേക്കുള്ള എൻട്രി ആണ് കൂടുതൽ. 1 മിനിറ്റ് ക്യാൻഡിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏകദേശം. യെസ്, 1 മിനിറ്റിൽ ഓൾറെഡി എന്തായി അവിടെ എക്സിറ്റ് ആയി കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. ഇതാ എക്സിറ്റ് ആയി മാർക്കറ്റിൽ നിന്ന് കാര്യങ്ങൾ മാറാൻ തുടങ്ങി 1 മിനിറ്റിൽ. ഇതാ സ്പോട്ടിൽ അടുത്തൊരു സെൽ എൻട്രി ആണെങ്കിൽ സ്പോട്ടിൽ അവിടെ എൻട്രി വരും. അപ്പൊ അവിടെ മാർക്കറ്റ് ഇപ്പൊ സ്റ്റേബിൾ ആയിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. മാർക്കറ്റ് നെക്സ്റ്റ് മൂവ്മെന്റ് നല്ലൊരു പമ്പ് കഴിഞ്ഞത് കൊണ്ടുള്ള ഒരു എന്താ പറയാ
ഒരു സപ്പോർട്ട് എടുക്കുകയാണ്. സപ്പോർട്ട് കിട്ടിയിട്ട മാർക്കറ്റ്, അതായത് ഇപ്പം ഇതൊരു ഇപ്പോൾ ഹൈ സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മേലിലേക്ക് തന്നെ പോകും. ഇതിപ്പോൾ ഒരു ഹൈ ട്രെൻഡാണ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇവിടെ ഒരു ലോ സപ്പോർട്ട് ഉള്ളത്. ഇത് ഏരിയ ബ്രേക്ക്, ഈ സപ്പോർട്ട് ബ്രേക്ക് മാർക്കറ്റ് ബ്രേക്ക് ഈവൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വരെ പോകും. ഇവിടെ സപ്പോർട്ട് എടുക്കും. ഇവിടെ നിന്ന് മാർക്കറ്റ് പോയാണെങ്കിൽ അടുത്ത് ഇവിടം വരെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ പോകും. ഈ സപ്പോർട്ട് ഇവിടെ ബ്രേക്ക് ആവുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് പമ്പ് ചെയ്യും. 100% ഉറപ്പാണ്. എത്രയാ നിങ്ങൾ അതിൽ എത്ര കണക്കുന്നത്? സെല്ലിന്റെ ഇതിന് എത്രയാ നിങ്ങൾ പറഞ്ഞ? സെല്ലല്ല, ഇത് ബൈയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ ഒരു ലൈൻ, ഈ ഒരു ഏരിയ കണ്ടോ സോണ്, ഈ ലൈന്, ഈ ലൈൻ ഈ ക്യാൻഡിൽ ബ്രേക്ക് ഈവൻ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് കടക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടം വരെ പോകും. ഇവിടെ ടച്ച് ചെയ്യും. ഇവിടെ അതായത് 90 അല്ല, അതായത് 4414 വരെ മാർക്കറ്റ് പമ്പ് ചെയ്യും. അതായത് അടുത്ത സപ്പോർട്ട് ഞാൻ ചോദിച്ചത് മാർക്കറ്റിന്റെ റിട്ടേൺ റിവേഴ്സ് പോകുന്നെങ്കിൽ ഏകദേശം 90 വരെ പോകണം. റിവേഴ്സ് പോവുകയാണെങ്കിൽ അതായത് ഇവിടെ നിന്ന് ഈ ഒരു ഏരിയ ബ്രേക്ക് ഈവൻ ചെയ്യണം. റിവേഴ്സ് ആണ്, ഇവിടുന്ന് റിവേഴ്സ് ആണെങ്കിൽ മാർക്കറ്റ് പോകുന്നത് ഈ ഒരു ഏരിയ വരെ മാർക്കറ്റ് പോകും സപ്പോർട്ട് എടുക്കാൻ. അതായത് ഇവിടെ ചെറിയൊരു സപ്പോർട്ടിങ് സോൺ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതാ ഞാൻ ചോദിച്ചത്. ഞാൻ നേരത്തെ എന്റെ ഒരു സ്ട്രാറ്റജി നോക്കിയപ്പോ 73 വരെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും സെല്ലിലോട്ടാണ് പോകാൻ സാധ്യത. ഞാൻ ചോദിച്ചത്, ഞാൻ പറഞ്ഞുതരാം. ഇത് ഡൗണിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ടിങ് സോൺ ഉണ്ട്. ഈ സപ്പോർട്ടിങ് സോണിലേക്ക് ആദ്യം എത്തും മാർക്കറ്റ്. അത് കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ടിങ് സോണാണ് ഇത്. ഇവിടെ മാർക്കറ്റ് രണ്ടാമത് എത്തണം. യെസ്, എൻട്രിയിലേക്ക് എത്തും. ഈ ഒരു എൻട്രി ബ്രേക്ക് ഈവൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് ഫുള്ള് താഴേക്ക് പോകും. യെസ്, അതായത് ഇപ്പൊ നിലവിൽ ഇവിടെ സപ്പോർട്ടിങ് ആണ്. നെക്സ്റ്റ് ഒരു ഇത് നമുക്ക് ഇത് നോക്കാം. ഇവിടുന്ന് ഇത് ബ്രേക്ക് ആവുകയാണെങ്കിൽ മാർക്കറ്റ് ഇനി മേലിലേക്ക് പോകും. ഇപ്പൊ അവിടെ റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ്, മാർക്കറ്റിൽ വലിയ ഫ്ലോ ഇല്ല. പക്ഷെ ഇവിടെ Z സ്കോർ മൈനസ് ആവുന്നുണ്ട്. Z സ്കോർ മൈനസ് ആണെങ്കിൽ അത് നെഗറ്റീവിലേക്ക് തന്നെയാണ്. അതായത് ആ ക്യാൻഡിലിന്റെ കളർ മാത്രമേ ഗ്രീൻ ഉള്ളൂ, ബാക്കിൽ മുഴുവൻ സെല്ലിലേക്കാണ് മാർക്കറ്റ് ഉള്ളത്. അതാ ഡൗൺ ആയി, കാര്യങ്ങൾ ഡൗൺ ആയി. Z സ്കോർ മാറാൻ തുടങ്ങി. Z സ്കോർ മാത്രം, അത് മാത്രം കീപ്പ് ചെയ്തത്. ഞാൻ അതാ പറഞ്ഞത്, Z സ്കോർ ബാക്ക് എൻഡിൽ, അതായത് കളർ ഗ്രീൻ ഉണ്ടാവും, പക്ഷെ ബാക്ക് എൻഡിൽ എന്താണെന്നുള്ളത് ഇന്റലിജൻസ് ബോക്സ് Z സ്കോറിൽ നമുക്ക് കിട്ടി. റെഡിലേക്ക് വന്നു മാർക്കറ്റ്. ഇനി വെയിറ്റ് ചെയ്യുക, അടുത്തൊരു എൻട്രിക്ക് വെയിറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. എവിടെ ഇപ്പൊ 1 മിനിറ്റിൽ മിക്കവാറും ഒരു സെൽ എൻട്രി വന്നിട്ടുണ്ടോ? എത്തിയിട്ടില്ല. 1 മിനിറ്റിൽ സെൽ എൻട്രി വരും, ഇതുവരെ എത്തിയിട്ടില്ല. ക്യാൻഡിൽ ഫാസ്റ്റ് മൂവ്മെന്റ് തുടങ്ങി, മൈനസ് ആയി. Z സ്കോർ മൈനസിലേക്ക് കണ്ടിന്യൂ ചെയ്യലായി. അല്ല, 1 മിനിറ്റിൽ സെല്ലിന് ഇതാണല്ലോ. 2 മിനിറ്റ് ലാസ്റ്റ് വീണത് സെല്ലാണല്ലോ. 2 മിനിറ്റിൽ 1 മിനിറ്റിൽ വന്നിട്ടില്ല, 2 മിനിറ്റിലാണോ? 1 മിനിറ്റിൽ സെല്ലാണ്. ഇപ്പൊ ലാസ്റ്റ് വീണ ക്യാൻഡിലാണ് ഇപ്പൊ ബൈയില് കയറി. ഓക്കെ, നമ്മൾ ചെയ്യാൻ സെല്ല് വന്നിട്ടില്ല. ഓൺലൈൻ്റെ ചാർട്ടിൽ സെല്ല് വന്നിട്ടില്ല, പറഞ്ഞത്രല്ല. സ്കാൽപ്പിങ്ങിന്റെ ഇതിൽ ഞാൻ നോക്കുമ്പോ കറക്റ്റ് ഇവിടെ നമുക്ക് എൻട്രി ചെയ്ത് എത്തിയിട്ടില്ല. അതായത് മാർക്കറ്റിന് ഇവിടെ സപ്പോർട്ട്, ഈ സപ്പോർട്ട് ബ്രേക്ക് ആയാലേ മാർക്കറ്റ് ഡൗണിലേക്ക് പോകും. ഇവിടം വരെ എത്തിയിട്ട് മാർക്കറ്റ് അപ്പിലേക്ക് പോവാ. ഈ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഈ സപ്പോർട്ട് എടുക്കാൻ മാർക്കറ്റ് പോവാ. അതായത് പെട്ടെന്നൊന്നും നമുക്ക് ഇതിങ്ങനെ ബ്രേക്ക് ആയിട്ട് പോകാനുള്ള ചാൻസ് ഒരു 80% കുറവാണ്. 20% ആയില്ല ഇത് പെട്ടെന്ന് ഇത് ബ്രേക്കാന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളെ ഈ സിസ്റ്റത്തില് ലാസ്റ്റ് എൻട്രി ഏതാ കൊടുത്തേക്കുന്നത്? ബൈ ആണോ സെല്ലാണോ? ബൈ ആണ്. ഇത് കംപ്ലീറ്റ് ആയി. ഇത് ഇവിടുന്ന് കംപ്ലീറ്റ് ആയി കേട്ടോ. ഓൾമോസ്റ്റ് ഈ TP3, ഇതാണ് TP3. ഈ എൻട്രി എടുക്കുന്ന ഒരാൾ ഇവിടെയാണ് ഇതിന്റെ TP ലാസ്റ്റ് 3 എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ് ആയി ഓൾമോസ്റ്റ്. അതിപ്പോ എക്സിറ്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ വേറെ ട്രേഡ് ഒന്നും എടുക്കുന്ന ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ലല്ലോ. ഇല്ല, എക്സിറ്റ് ആയി ഓൾറെഡി. ഇത് ഇനി മാർക്കറ്റ് വാച്ച് ചെയ്യാന്നുള്ളത് മാത്രം. ഇനി ഇവിടെ മാർക്കറ്റ് നമുക്ക് ഇന്ന് വാച്ച് ചെയ്യാം. എന്താ നെക്സ്റ്റ് എൻട്രിക്ക് വേണ്ടി മാർക്കറ്റ് നമുക്ക് വാച്ച് ചെയ്യാന്നുള്ളതാണ്. ഇതാ ഇവിടെ സെല്ല് വന്നു, കണ്ട 1 മിനിറ്റിൽ സ്പോട്ടിൽ സെല്ല് വന്നു. 1 മിനിറ്റിൽ സ്പോട്ടിൽ ഒന്നായി സെല്ല് വന്നു. ഓക്കെ, അവിടെ ഇപ്പോൾ ഒരു 0.02 ചെറിയ ഓക്കെ സ്പോട്ടിലൊരു സെൽ എൻട്രി മാർക്കറ്റിൽ വന്നിട്ട് കാണുന്നുണ്ട്. സെൽ എൻട്രി മാർക്കറ്റിൽ എന്നായിട്ടുണ്ട് പമ്പ് ചെയ്തിട്ട് കാണുന്നുണ്ട്. ഒരു സ്പോട്ടിൽ എൻട്രി വന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഡെമോ നമുക്ക് മിനിയാത്ത അക്കൗണ്ടിൽ നമുക്കൊന്ന് ഒരു എൻട്രി സ്പോട്ടിൽ വന്നു, ഒരു സെല്ല് സ്പോട്ടിലൊരു എൻട്രി
വന്നിട്ടുണ്ട്. സ്പോട്ടിൽ എൻട്രി വന്നാൽ ചെറിയ എൻട്രി എടുക്കാം. ഓക്കെ, കീപ്പ് ചെയ്യുക. SL ഇതിൽ കാണിക്കും. ഇത് കണ്ട ബിയർ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് വന്നു. ബിയർ ട്രാപ്പ് എന്ന് എൻട്രി എടുത്തുകൂടെ ശരിക്കും പറഞ്ഞാൽ. അവോയ്ഡ് ചെയ്യാനാന്ന് വേണ്ട. ഇവിടെ കണ്ടോ ട്രാപ്പ് ചെക്ക്. ഇതൊക്കെ 5 മിനിറ്റിൽ വരും. ഞാൻ 1 മിനിറ്റിൽ നിങ്ങൾക്ക് ഇതിന്റെ ആക്യൂറസി കാണിക്കുന്നതാണ്. ആരും 1 മിനിറ്റിൽ ട്രേഡ് എടുക്കണ്ട, ഒരാളും എടുക്കണ്ട. ഇവിടെ ഇപ്പൊ അതന്നെ. ഇപ്പൊ ഇവിടെ ട്രാപ്പ് ചെക്കിങ്ങിൽ എന്ത് വന്നിട്ടുണ്ടായിരുന്നു? ബിയർ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നോ? ആ യെസ്. ഏതാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോ? ഇപ്പോഴല്ല, രാവിലെ 5 മിനിറ്റ് നോക്കുമ്പോ. പക്ഷെ അത് 30 മിനിറ്റിൽ കാണിക്കില്ല. 5 മിനിറ്റിൽ കാണിക്കും, 5 മിനിറ്റിലേ കാണിക്കൂ. 5 മിനിറ്റിലേ അല്ല, എല്ലാത്തിലും ഓരോ സിസ്റ്റമാണ് നടക്കുന്നത്. എല്ലാത്തിലും ഇന്റലിജൻസ് ഡിഫറൻസ് ഉണ്ട്. അതായത് നിങ്ങളൊരു 1 ഹവറിലോ 1 ഡേയിലൊക്കെ എടുക്കുന്ന സമയം അവിടെ എന്താവൂല, അവിടെ മിനിമം 5% അല്ലെങ്കിൽ 7% റിസ്ക് കീപ്പോണ്ടി വരും. ഇതാണ്ട 10% ആയി 1 ഡേയിലേക്ക് വരുമ്പോ ഇത് മാറൂല. ഈ റിസ്ക് മാറൂല, 10 തന്നെ കീപ്പ് ചെയ്യണം അവിടെ. അപ്പൊ ഓരോന്നിലും അതിൻ്റെതായ റിസ്ക് കീപ്പ് ചെയ്യാൻ ഡിഫറൻസ് ഉണ്ട് കാര്യങ്ങൾ. ഞാൻ ചോദിക്കുന്നത് ബ്രോക്കേഴ്സ് മാറുമ്പോ ഇതിൽ വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ബ്രോക്കേഴ്സ് മാറുമ്പോൾ കാര്യങ്ങൾ, അതായത് ഇപ്പൊ ഓൾറെഡി ഉള്ള വേറെ മാറ്റമൊന്നുമില്ല. അവർ കൊടുക്കുന്ന ഡാറ്റന്റെ ഡിഫറൻസ് ചെയ്തിട്ടുണ്ടാവും. അവർ ഡാറ്റ ഇതിലേക്ക് പമ്പിങ് ചെയ്യുന്നതിന്റെ ഈ സെർവറിന്റെ പുറമെ നിങ്ങൾ ഇത് തന്നെ ബ്രോക്കറെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇതിലുള്ള ബ്രോക്കേഴ്സ് ഇപ്പൊ ഞാൻ തന്നെ ബിനാൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് ബിനാൻസ് ആണ്. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നത് ബിനാൻസ് ആണ്. ഒരു 6-7 കൊല്ലമായിട്ട് ഞാൻ വേറെ ബ്രോക്കർ ഉപയോഗിക്കലില്ല. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ബിനാൻസ് ആണോ? ട്രേഡ് ചെയ്യുന്നത് ബിനാൻസ് തന്നെയാണ് പറഞ്ഞത്. ട്രേഡ് ചെയ്യുന്നത് ബിനാൻസ് തന്നെയാണ്. ഏതാണ്? ഗോൾഡ് തന്നെയാണ്. ഗോൾഡും എത്തീരിയവും. തിങ്കൾ മുതൽ വെള്ളി വരെ ഗോൾഡ് ആണ് ചെയ്യല്. ശനി ഞായറും എത്തീരിയം അല്ലെങ്കിൽ BTC. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ബിനാൻസ് നമ്മൾ സാധാരണ ക്രിപ്റ്റോ ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബിനാൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഫ്യൂച്ചർ ആണോ? ഫ്യൂച്ചർ തന്നെയാണ് സാറേ. അപ്പൊ ഈ $100 ഒക്കെ കൊണ്ടുവന്നാൽ നമുക്ക് എത്ര ലെവറേജ് ഇട്ട് ചെയ്യേണ്ടി വരും? 2 ലിവറേജ്, ഒരു ലിവറേജ് ഇട്ട് തന്നെ ചെയ്യാം, ഒരു ലിവറേജ് ഇല്ലാണ്ടും ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഈ $100 എത്ര പെർസെന്റേജ് നമ്മൾ സ്റ്റേക്ക് ചെയ്യും? അത് നിങ്ങൾ ഒരാളിപ്പം ബിനാൻസിൽ $100 ഇട്ട് വരികയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒരു ട്രേഡിൽ ഒരു മിനിമം TP3 ഇട്ടിട്ടുള്ള $5, $6, $10 വരെ അടിക്കാം. അതായത് നമ്മളെ ക്യാപിറ്റലിന്റെ $10 സ്റ്റേക്ക് ചെയ്തുകൊണ്ട് അതിന് നമുക്ക് അല്ല, നിങ്ങൾക്ക് അതിൽ ടാർഗറ്റ് ഉണ്ടാവും. അതായത് എന്റെ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയം ഞാൻ ഇന്നലെ എല്ലാവർക്കും ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് ഇപ്പൊ ഞാൻ എന്റെ കമ്മ്യൂണിറ്റി, എന്റെ ഇതിലേക്ക് വരുന്ന സമയം, ആര് ജോയിൻ ചെയ്യുന്ന സമയം അവർ ആദ്യം $100 ആണ് അവരെ ക്യാപിറ്റൽ ഇടേണ്ടത്. അത് ട്രേഡ് ചെയ്യേണ്ടത് ബിനാൻസ് അക്കൗണ്ടിൽ തന്നെയാണ് ഞാൻ ചെയ്യിപ്പിക്കൽ. നിങ്ങൾ ബ്രോക്കർ ഏത് പറഞ്ഞാലും, അതായത് ഞാനിപ്പോൾ പേഴ്സണലി ഇപ്പം നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ ഞാൻ എന്താക്കും, ഞാൻ എൻ്റെ ഇതിലേക്ക് കണക്ട് ചെയ്യും. അപ്പം $100 ഇട്ട ഒരാൾക്ക് ഡെയിലി ടാർഗറ്റ് $5. അതാണ് ആൾ ആദ്യം ടാർഗറ്റ്. എക്സിനസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എക്സിനസിൽ നിന്ന് മാറിയാൽ കൊള്ളാമെന്നുണ്ട്. എക്സിനസ് മാറി ബിനാൻസ് ചെയ്താൽ മതി. അതിന്റെ ട്രെയിനിങ് ഞാൻ തരും. എനിക്കൊരു 1-to-1 എന്തെങ്കിലും ഒരു ദിവസം സാർ ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ബൈനാൻസ് വർക്ക് ചെയ്യുമല്ലോ, എനിക്ക് BTC എടുക്കുന്നത് കാണിച്ചു തന്നാൽ മതി. അതുപോലെ തന്നെ ഗോൾഡ് അത് കാണിച്ചു തരും, ഞാൻ തരും. അത് പ്രശ്നമില്ല. ഞാൻ എന്തായാലും വേറെ ബ്രോക്കറെ ഒന്ന് രജിസ്റ്റർ ചെയ്യേണ്ട. നമ്മളിപ്പോ ഇതിനകത്ത് കിടക്കുന്ന USDT എടുത്ത് ബൈനാൻസിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ ഫ്യൂച്ചർ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യിച്ചു തരണം. ഞാൻ പറഞ്ഞത് ഈ ഇത് ഇവിടെ ഇന്ത്യയിൽ അലൗഡ് ചെയ്യുന്ന ബൈനാൻസ് എക്സൻസ് കിട്ടൂല. ഞാൻ ദുബൈയിൽ നിന്നാണ് എക്സൻസ് ചെയ്യുന്നത്. ഞാൻ അതാ ചോദിച്ചത്, എക്സൻസ് ഇവിടെ കിട്ടുന്നത്. അതിന് പകരം ഒരു എക്സം ഇറങ്ങി, അതാ ചോദിച്ചത്. എക്സാം ഒക്കെ കണക്ക് തന്നെയാണ്. നമുക്ക് ബിനാൻസ് നല്ലത്. അല്ല, എക്സം എന്റെ അക്കൗണ്ട് എന്റെ 207 രൂപ മെനഞ്ഞാന്ന് ഞാൻ ക്ലോസ് ചെയ്ത ഒരു ട്രേഡിന്റെ 207 രൂപയ്ക്ക് അത് പ്രോഫിറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തപ്പോൾ ലോസ് ആയിട്ട് കാണിച്ചു. ഞാൻ മെയിലൊന്ന് വെച്ചിട്ട് അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് റെസ്പോണ്ട് ചെയ്തില്ല. ഷാജി എന്നാണ് പേര്. ഞാനൊരു $87 പ്രോഫിറ്റിലൊരു ട്രേഡ് മാനുവലി ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ എനിക്ക് കാണുന്നത് 207 ലോസ് ആയിട്ടാണ്. ഏതാണ് ബ്രോക്കർ?
എക്സിനെസിലെ തന്നെയാണ് ചെയ്യുന്നത്. അതില് അങ്ങനെ ഞാൻ അവർക്ക് അവരെ ചാറ്റിൽ പോയി അതായത് പ്രോഫിറ്റിൽ മാനുവലായിട്ട് ക്ലോസ് ചെയ്യാൻ TP ഒന്നും സെറ്റ് ചെയ്തില്ല. സ്കാൽപ്പിംഗ് മോഡിൽ ഇരുന്ന് ട്രേഡ് ഇട്ട് പിന്നെ മാനുവലി ക്ലോസ് ചെയ്ത സമയത്ത് നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്തപ്പോൾ അത് 207 ലോസ് ആയിട്ട് കാണിച്ചു. ഞാൻ അവർക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് 207 ലോസ് ആയിട്ടാണ് വന്നത്. അങ്ങനെ ഞാൻ അവർക്ക് പിന്നെ ചാറ്റ് ചെയ്തിട്ട് ഈ ട്രേഡ് ID ഒക്കെ എടുത്ത് വെച്ച് ട്രേഡ് IDയുടെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അവർക്ക് ഇട്ട് കൊടുത്ത് എല്ലാം നോക്കിയിട്ട് അവർ പറയുന്നു നിങ്ങൾ TP സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, മാനുവലായിട്ട് ക്ലോസ് ചെയ്തപ്പോൾ 207 രൂപയാണ് ലോസ് കാണിക്കുന്നത്, അത് കറക്റ്റ് തന്നെയാണെന്ന്. എനിക്കത് ഞാൻ ക്ലോസ് ചെയ്തത് പ്രോഫിറ്റിലാണെന്ന് പ്രൂഫ് ചെയ്യാൻ എൻ്റെ അടുത്ത് വേറെ സ്ക്രീൻഷോട്ടൊന്നും ഇല്ല. നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഇരുന്നത് ക്ലോസ് ചെയ്യുന്നതല്ലേ. അപ്പം ഞാൻ എക്സിനെസിൽ പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. എനിക്കൊരു എക്സ്പീരിയൻസ് വന്നപ്പോഴത്തെ ഐ ലോസ് മൈ കോൺഫിഡൻസ്. എക്സിനെസിൽ നിലവിലുള്ള പ്രോബ്ലം എന്ന് വെച്ചാല് ഇത് വിഡ്രോവലിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് സെയിം എക്സമിൽ എന്റെ കുറച്ച് പൈസ. പക്ഷെ എനിക്ക് പല പ്രാവശ്യം ഞാൻ വിഡ്രോ ഇട്ടു. ഐ നെവർ ഫേസ് എ സ്മോൾ പ്രോബ്ലം. വളരെ ക്ലീൻ ആയിട്ട് വിത്തിൻ 2-3 മിനിറ്റ്സ് എനിക്ക് ബൈനാൻസിലേക്ക് ഫണ്ട് വരും. ഇതുവരെ ഞാൻ ഓരോ ആൾക്കാർക്കും ഓരോ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. ചാർട്ടിൽ ഭയങ്കര ഗ്ലിച്ച് ഉണ്ട്, മനസ്സിലായില്ലേ? ചാർട്ടിൽ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതിനൊപ്പം എക്സിനെസ് കാണുകയാണെന്നുണ്ടെങ്കിൽ എക്സിനെസിന്റെ ചാർട്ട് ഭയങ്കരമായിട്ട് ഗ്ലിച്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. എനിക്കൊന്ന് ആ ഗ്ലിച്ചിലാണെന്ന് തോന്നുന്നു എന്റെ പൈസ പോകും. എത്ര പോയിന്റ് വരെ ഡിഫറൻസ് വരുന്നുണ്ട് ഏതുമായിട്ട്? ട്രേഡിംഗ് വ്യൂയും ഇതുമായിട്ട്? അല്ല, രണ്ടും അതായത് എക്സിനെസ്സുകാരും ഓണ്ടയുടെ ചാർട്ടാണ് ട്രേഡിംഗ് വ്യൂവിന്റെ ചാർട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും ഒരേ റേറ്റ് കാണിക്കും. പക്ഷെ ഗ്ലിച്ച് വരുമ്പം എക്സിനെസ്സിൽ മാത്രം ഒരു വ്യത്യാസം വരും. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോ ഒരു എൻട്രി എടുക്കുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് നല്ല ഗ്യാപ്പ് ഉള്ളതാണ് എക്സിനെസ്? ഞാൻ ഇതാക്കിയിട്ടില്ല, ഞാൻ XM ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചോദിച്ചത് അവർ ലിവറേജിൽ ഒരു പോയിന്റ് വരില്ല, ബൈ ആൻഡ് സെല്ലിന്റെ ആ ഒരു ഇതിൽ ആ പോയിന്റ് എന്നുള്ള ഒരു ഡിഫറൻസ് ചെറിയ മറ്റേതല്ലേ, എന്താണ് അതിന്റെ പേരെന്തെന്നാണ് പറയുന്നത്, നമ്മളാ മാർജിൻ അല്ലല്ലേ അതിന് പേര്? അതെ, അത് ചെറിയ ഡിഫറൻസ് ഉണ്ട്. എനിക്ക് 0.3 അങ്ങനെ എന്തോന്നാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത് ബൈയും സെല്ലും. നിങ്ങൾ എന്ന് ബിനാൻസ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഞാൻ ഇപ്പൊ ചെയ്യുന്നത് മൈൽസ് ക്യാപിറ്റലാണ്, MD5 ചെയ്യുന്നത്. ബിനാൻസ് അല്ല, ഒരു പണിയും ഇല്ല. നിങ്ങൾ ജസ്റ്റ് എല്ലാവരും, അതായത് ഒരു ബ്രോക്കറോട് അങ്ങനെ ഒരു ചെലവൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഒരു ബിനാൻസ് എന്ന് പറഞ്ഞ ആപ്പ് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ട്രേഡ് പഠിച്ചപ്പോ അതിലൊരു $500 ആ അമ്മക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏതില്? അതില് ആ $500 ഒന്നും ചെയ്യാൻ പറ്റാതിട്ടേക്ക്. അപ്പൊ പിന്നെ വേറൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ വയ്യ. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ XM കയറി. അത് XM ഇപ്പൊ ലാസ്റ്റ് ഒരു 40,000 എനിക്ക് പണി കിട്ടി. അതങ്ങനെ മനസ്സിലായി. അപ്പൊ നിങ്ങൾ എല്ലാവരും, അതായത് ബിനാൻസിലൊക്കെ നിങ്ങൾക്ക് $50 ഉണ്ടെങ്കിൽ സുഖമായിട്ടാണ് ട്രേഡ് റിയൽ നല്ല രീതിയിൽ ചെയ്യാം. അത് ഞാൻ ബിനാൻസ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ഇത് എങ്ങനെയാണെന്ന് എനിക്കൊന്നും ഓപ്പറേഷൻ ഞാൻ ഒരു ദിവസം ട്രേഡ് എടുത്തിട്ടില്ല. ഇല്ല, അത് 1 മിനിറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അതിപ്പോ സപ്പോർട്ട് ബ്രേക്ക് ആയിട്ടില്ല, മാർക്കറ്റ് ഇതില്ല, വോളിയം ഇല്ല. ഇവിടെ സ്റ്റേബിൾ ആയിക്കൊണ്ട് ഒരു മാർക്കറ്റ് ഇവിടെ സ്റ്റേബിൾ ആവണേ വെച്ചാൽ ഇത്രയും വലിയൊരു എൻട്രി കഴിഞ്ഞതല്ലേ. വീക്കെൻഡും കൂടെ ഇല്ലേ, അതുകൊണ്ടാണ് അതന്നെയാണ്. ഇത്രയും വലിയ ഇന്ന് മാർക്കറ്റ് നല്ല ഓടി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ലാസ്റ്റ് നൈറ്റ് ആയത് നല്ലൊരു എൻട്രി കംപ്ലീറ്റ് ആവും ചെയ്തു. ഇവിടെ നല്ല എനിക്ക് ഒന്നും കിട്ടിയില്ല. ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പൊ അലൈൻഡ്, അതായത് കംപ്ലീറ്റ്ലി ഇപ്പം, അതായത് ഇവിടെ ജെറ്റ് സ്കോർ മൈനസ് തന്നെയാണ് ഉള്ളത്. അത് ബുള്ളിഷിലേക്കുള്ള ഒരു ഇതല്ല. അതായത് മാർക്കറ്റ് എന്താണ്, ബാക്കിയൊക്കെ സ്റ്റാറ്റസ് ഒക്കെ അലൈൻഡ് തന്നെ. അക്യുമുലേഷൻ ആണ് മാർക്കറ്റ്. പക്ഷെ പ്രശ്നം ഇല്ല, സ്കാൽപ്പിംഗ് ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള സ്കാൽപ്പിംഗ്. ഞാൻ ഇവിടുന്ന് നേരത്തെ പറഞ്ഞു, ഇവിടെ സപ്പോർട്ട് എടുത്ത് വീണ്ടും കൊണ്ട് പോയി. നേരത്തെ ഇവിടെ വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്ത് വീണ്ടും ഇവിടെ പോയി. ഇതിന്റെ ഉള്ളിൽ നിന്നേ കളി വരും. ഇനി ഇതിന്റെ പുറത്തേക്ക് വരൂല, അതായിട്ടില്ല. അതായത് അത് പറയാൻ കാരണം ഇവിടെ ഇത്രയും എക്സിറ്റ് വന്നിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന്, ഇത്രയും എക്സിറ്റ് ബാക്ക് എൻഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ പല SL, അതായത് TP വെച്ച് ഇടുന്ന എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു നല്ല മൂവ്മെന്റിന് വെയിറ്റ് ചെയ്യാം.
യെസ് യെസ്, ഇത് കൺസോളേറ്റഡ് മാർക്കറ്റ്. അതായത് ഇപ്പൊ 1 മിനിറ്റ് തന്നെ നോക്കാം. 1 മിനിറ്റിൽ തന്നെ ഈ ബ്രേക്ക് ചെയ്ത് ഇവിടെ കണ്ട, ഇവിടെ വന്നു, ഇവിടം വരെ എത്തി, ഇവിടുന്ന് വീണ്ടും സപ്പോർട്ട് TP1 അടിച്ചു പോയി. അല്ല ഞാൻ ഇപ്പോ ഒരു സ്കാൽപ്പിംഗ് അടിച്ചു, ഞാൻ ഇപ്പോ ഒരു സ്കാൽപ്പിംഗ് എടുത്തു ലാസ്റ്റ് ഇതില് ഒരു സെല്ല്. അല്ല ഇവിടെ നിന്ന് ഇപ്പൊ ഇനി എൻട്രി എന്ന് പറയുന്നത് നമുക്ക് ഈ സോണൊക്കെ ബ്രേക്ക് ചെയ്യണം. ഇനി വേറെ മാർക്കറ്റിൽ ഇപ്പൊ സാധാരണ ഇപ്പോ ഞാൻ ഈ സമയത്തൊക്കെ ഞാൻ എന്താക്കും, BTC അറ്റൻഡ് ചെയ്യും. BTC കണ്ടാ, BTC ഒരു എൻട്രി വന്നിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, ഇത് കുഴപ്പമില്ലാത്തൊരു എൻട്രി ആണ്. ഓക്കെ, ഒരു ബൈ കൊടുക്കുക, ചെറിയൊരു ബൈ, ചെറിയൊരു എമൗണ്ട്, ചെറിയൊരു ബൈ. ഇത്രയൊന്നും ബാലൻസ് ഇല്ല, ഇത്രയൊന്നും ഇല്ല, ബാലൻസ് ഉണ്ടാവില്ല എടുക്കാൻ ഇല്ല. ഇപ്പോ എമൗണ്ട് ബൈ അവിടെ എൻട്രി വരുന്നില്ല. ഈ എൻട്രി എടുക്കാൻ ശരിക്കും എൻട്രി വരുന്നില്ല. എന്റെ ബാലു എടാ നീ ലാസ്റ്റ് എടുത്ത അതിന്റെ ഇതൊന്നും എത്തുന്നുണ്ടോ? ഞാൻ നോക്കിയില്ല, ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്, നോക്കിയാ. വിനോദ് ഉണ്ടേ ഗ്രൂപ്പില് 73. ഞാനുണ്ട്. ഞാനൊന്ന് ഇറങ്ങാൻ പോകുന്നു. ബഷീർ സാറേ ഒരു കാര്യം പറയട്ടെ. ഞാൻ അത്യാവശ്യ കാര്യത്തൊന്ന് പുറത്തിറങ്ങാൻ പോകാം. പിന്നെ നമ്മളിന്നലെ മെനഞ്ഞാന്ന് സംസാരിച്ചിട്ടുണ്ട്. ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു സെഷൻ വെക്കാന്ന് പറഞ്ഞു. അതായത് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ സാറെന്ന് പറഞ്ഞായിരുന്നു ഗോൾഡ് സാറ്റർഡേ ആൻഡ് സൺഡേ നമുക്ക് ബൈനാൻസിൽ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പ്ലാൻ ആക്കി തരും ഞാൻ. അങ്ങനെയാണെങ്കിൽ വസീം സാറേ, ഞാനും വിനോദും ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്താല് ഒരു സെഷനിൽ ഇരുന്നങ്ങ് പോകാമായിരുന്നു. സൺഡേ എല്ലാവർക്കും വേണ്ടി എടുക്കാന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് ജോയിൻ ചെയ്ത ആള് ജോയിൻ ചെയ്തോട്ട്. അതെ ഞാൻ ഗ്രൂപ്പിൽ വരും. അല്ല 1 മിനിറ്റ് ഈ ബിനാൻസിന്റെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഏറ്റവും ലോ എമൗണ്ട് എത്രയൊക്കെയാണ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞാല് ഞാനും കൂടെ കൂടാം, കുഴപ്പമില്ല. $100 ഇട്ടാ മതി. $100 ഇട്ടാ മതി. വെറും $100 ഇട്ടാ മതി. ഏറ്റവും കുറഞ്ഞതല്ലേ? അല്ല, അങ്ങനെ 50 ഇടാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഈ എൻട്രി എടുക്കാട്ടെ. ഈ എൻട്രി പോസിറ്റീവ് ആയിട്ടുള്ള എൻട്രി ആണ്. ഈ എൻട്രി എടുക്കാം, ഇത് പോസിറ്റീവ് ആണ്. ഹലോ വിനോദ് സാർ, ഒരു പ്രശ്നമുണ്ട്. ബിനാൻസ് എടുക്കുമ്പം പേഴ്സണൽ അക്കൗണ്ട് എടുക്കാൻ പാടില്ല, ബാങ്ക് അക്കൗണ്ട്. സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് എടുക്കുക. കാരണം ഫീസ് P2P നമ്മൾ ട്രേഡ് ചെയ്യുമ്പം ഫീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മള് പൈസ ഇല്ല അത് പ്രശ്നമില്ല പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം. അതായത് ബിനോയ്, നിങ്ങൾക്ക് അറിയാം, ബിനോയ് മാർക്കറ്റബിൾ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി. പുള്ളിക്കാരൻ നല്ലോണം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ അക്കൗണ്ടും ഫ്രീസ് ആയിട്ടുണ്ട്. അതായത് എന്റെ ബ്രദറിന്റെ അക്കൗണ്ട് ഫ്രീസ് ആയി. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒറ്റ മിനിറ്റ്. അതിന്റെ സൊല്യൂഷൻ, അതായത് ഞാൻ ഓൾറെഡി 6 വർഷമായി ചെയ്യുന്നത്. ഇപ്പൊ എനക്കും ഫ്രീസ് ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആ സൊല്യൂഷൻ അത് ഞാൻ അന്ന് പറയാന്ന് വെച്ചതാണ്. ഇപ്പം തന്നെ പറഞ്ഞുതരാം. സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ എമൗണ്ടും കാര്യങ്ങളും ബാങ്കിലേക്ക്, അതായത് ആവശ്യമുള്ള എമൗണ്ട് ബിഡ് ചെയ്യുന്ന പ്രശ്നമാണ്. P2B ചെയ്യുന്ന സമയം എല്ലാവരും എന്നാക്കും, ഈ 100, 110 അല്ലെങ്കിൽ $103 ഇട്ട് കഴിഞ്ഞാൽ അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടാവും എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ റിയൽ ബയ്യേഴ്സ് വരൂല. എപ്പോഴും എന്നാക്കുക, ഇപ്പൊ ഒരു ഓക്കെ ഒരു 90-നോ 95-നോ ഇട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് റിയൽ ബയ്യേഴ്സ് വരും. അതല്ലാതെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇതിന്റെ ഉള്ളിൽ നമ്മളൊരു P2B കമ്മ്യൂണിറ്റി ഉണ്ട്, മാനുവൽ കമ്മ്യൂണിറ്റി. നിങ്ങൾക്ക് ഇനി എത്ര ഡോളർ വേണമെങ്കിലും എനിക്ക് അയച്ചതാക്കി തന്നാൽ നിങ്ങൾക്ക് ഞാൻ ക്യാഷ് ഏത് രീതിയിലാണ് വേണ്ടത് തരും. അക്കൗണ്ട് ആണെങ്കിൽ അക്കൗണ്ട്, ഏത് രീതിയിലും. P2B അങ്ങനെയാണ് അതിൽ ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇത് നിലവിൽ അതല്ല സാറേ, ഞാൻ പറയട്ടെ ഒരു കാര്യം. അങ്ങനെ അത് നമ്മള് സാറ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, നിങ്ങളൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടോ ഇല്ല. അപ്പം നമ്മളെ നേരിട്ട് കാണാത്ത ആൾക്കാരെ നമ്മൾ ഒരു കാര്യം ചെയ്യുക, നമ്മൾ നോക്കുക. ബിനാൻസിന്റെ P2P വരുമ്പം നമ്മൾ ട്രേഡേഴ്സ് നോക്കുക, സെക്യൂർ ആണോ, വെരിഫൈഡ് ആയ ഒരു വ്യക്തിയാണോ, ചെക്ക് ചെയ്ത ശേഷം ഒരു കാര്യം ചെയ്യാം. ഒരു കാര്യം ചെയ്യട്ടെ, കംപ്ലീറ്റ് ചെയ്തിട്ട് സാറ് സംസാരിക്കാം. കാരണം ഇത് നമ്മൾ അവയർനെസ് ആണ്. കാരണം ഇത് സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് വരുമ്പോൾ നാഷണൽസ് ആയിട്ടായിരിക്കണം, അല്ല ഈ പ്രൈവറ്റ് HDC, ICC ആയിരിക്കാൻ പാടില്ല.
ഓക്കെ, പൈസക്ക് വരുമ്പോ നമ്മള് ബാങ്ക് അക്കൗണ്ട് നാഷണലിസ്റ്റ് ബാങ്ക് അക്കൗണ്ട് വരുമ്പോ വേറെ കേന്ദ്ര സർക്കാരിന്റെ ആയിരിക്കണം, കേന്ദ്ര സർക്കാരിന്റെ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ തന്നെ നമ്മൾ P2P ചെയ്യുന്ന സെക്യൂർ എമൗണ്ട് വിഡ്രോ ചെയ്യുക. വിഡ്രോ ചെയ്ത ശേഷം വിത്തിൻ 4 ഡേയ്സ് പോയി ബാങ്കിൽ പോയിട്ടോ അല്ലെങ്കിൽ ATM പോയിട്ടോ വിഡ്രോ അടിക്കുക. ഒരിക്കലും മൊബൈൽ ആപ്ലിക്കേഷൻ ട്രാൻസാക്ഷൻ ചെയ്താൽ അവര് ലീനായിട്ട് എമൗണ്ട് ആക്കും. അതേ ഉള്ളൂ ഫോൺ വഴി, വേറെ വഴിയൊന്നുമില്ല. അല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ സാറിന്റെ അക്കൗണ്ട് പൈസ ഇട്ട് നമ്മൾ നേരിട്ട് പരിചയമൊക്കെ ഉള്ളവരായിരിക്കണം. അല്ലാതെ പരിചയം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ 3G ആയി പോകും, അക്കൗണ്ടും പോവും, അതായത് പൈസയും പോവും, ഡോളർ വീഴത്തില്ല. കംപ്ലൈന്റ് പോലും ചെയ്താൽ അവര് പറയും ക്രിപ്റ്റോ, പോലീസ് സ്റ്റേഷൻ പറയും ക്രിപ്റ്റോ ഇല്ലീഗൽ ആയിട്ടാണോ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നതെന്ന് പറയും. ഒരു പ്രശ്നവുമില്ല, അവര് കേസ് എടുക്കത്തുമില്ല. ഒന്നാമത്തെ കാര്യം. P2P ചെയ്താൽ ഇതേ ഉള്ളൂ ബെറ്റർ. നിങ്ങൾ നോക്കുക, P2P ട്രേഡേഴ്സ് ഒക്കെ സെക്യൂർ ചെയ്യുക, 100% നോക്കുക, അറിയ മെസ്സേജ് അയക്കുക. ഇപ്പൊ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, അത് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ സെക്കൻഡറി ബാങ്ക് അക്കൗണ്ട് അയക്കുക. പിന്നെ വിത്തിൻ 4 ഡേയ്സിൽ പോയി ബാങ്കിലോ സ്ക്രീനിലേക്ക് നോക്കുവോ, ഒന്ന് സ്ക്രീനിലേക്ക് നോക്കൂ. ഇവിടെ ഇപ്പൊ കണ്ടോ INS ലോഗിങ് ഒന്നുണ്ടോ? INS ലോഗിങ് വെയിലാക്ട് അഗ്രസീവായി INS ലോഗിങ് ഒന്ന് മാർക്കറ്റിൽ INS ഒരു ടീം എൻട്രി ആയിട്ടുണ്ട് നല്ല. അതാണ് INS ലോഗിങ്. ST ആക്ഷൻ ഇത് ബുള്ളിഷിലേക്ക് പോസിറ്റീവ് ആണ്. ഒരു ടീം എൻട്രി ആകുമ്പോഴാണ് നല്ലൊരു ഗോൾഡ് BTC പൊന്തുകയാണെങ്കിൽ ഗോൾഡ് താവും. ഗോൾഡിൽ ഇപ്പം ഇതിപ്പോ മാർക്കറ്റുകൾ ഇപ്പൊ എൻട്രി എടുക്കുകയാണോ ബൈയിലോട്ട്? BTC തന്നെയാണ് അവിടെ ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ എൻട്രി എടുക്കുക പ്ലേസ് ചെയ്യാം. എൻ്റെ ഇന്നത്തെ ഓൾറെഡി കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇത് അത് നിങ്ങൾക്ക് എൻട്രി എടുക്കാം. BTC ഒക്കെ ഗോൾഡിന് കുറച്ച് സമയം എടുക്കും, ഗോൾഡ് ഒന്ന് മൂവായി വരണമെങ്കിൽ. ഇവിടം വരെ ഇത് സപ്പോർട്ട് എടുത്തിട്ട് പോകും, ഒരു ഏരിയ വരെ സപ്പോർട്ട് എടുത്തിട്ട് പോകും. ഇവിടം വരെ മാർക്കറ്റ് ഇതേ കണ്ടീഷനിൽ പോകും. അല്ല, ഗോൾഡ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ബ്രേക്ക് ആവണം. ഇപ്പൊ മാർക്കറ്റ് ഇതിനുള്ളിൽ ബ്രേക്ക് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഇത്രയും വലിയൊരു മൊമെന്റ് കഴിഞ്ഞാൽ സ്പോട്ടിൽ അത് മാർക്കറ്റ് നന്നാവൂല, അടുത്തൊരു മുമ്പിലേക്ക് എത്തൂല. ഇന്ന് ഗോൾഡിൽ പ്രതീക്ഷിക്കേണ്ടതാ BTC ഇതാ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ INS ലോഗിങ് ആയി ടപ്പേന്ന് പറഞ്ഞിട്ട് BTC ഇത് കംപ്ലീറ്റ് ആവും. ഇപ്പൊ കംപ്ലീറ്റ് ആവും ഇത് BTC ഇപ്പൊ കംപ്ലീറ്റ് ആവും. എത്തീരിയം ഇപ്പൊ ഇവിടെ കംപ്ലീറ്റ് ആവും. എത്തീരിയം കംപ്ലീറ്റ് ആവും. ഞാൻ ഇന്ന് ഓൾറെഡി എനിക്ക് ഇന്ന് BTCയിലും എത്തീരിയത്തിലും ഞാൻ ഇതേപോലെ അതായത് ഒരു ഇതിൽ BTC ക്രിപ്റ്റോ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. അതായത് BTCയും എത്തീരിയം ഒരേപോലെയാണ് ഇപ്പോൾ പമ്പ് ചെയ്യുന്നത്. രണ്ടിലും നമുക്ക് എൻട്രി എടുക്കാം. എൻ്റെ എൻ്റെ ചാനൽ വരും, യൂട്യൂബ് ചാനൽ വരും. എൻ്റെ ഇന്ന് ഒരു എത്തീരിയത്തിലും BTCയിലും ഒരു സെൽ എൻട്രി ഞാൻ ഇവിടെ ഈ സെൽ എൻട്രി ഞാൻ ഇന്ന് എടുത്തതാണ്. ഈ സെൽ എൻട്രിയാണ് ഞാൻ ഇന്ന് എടുത്ത സെൽ എൻട്രി. ഈ സെൽ എൻട്രി BTCയിലും എടുത്തിട്ടുണ്ട് ഞാൻ, എത്തീരിയത്തിലും ഈ സെൽ എൻട്രി ഞാൻ രണ്ടിലും എടുത്തിട്ടുണ്ട്. ഒരേ എൻട്രി എടുത്തതാണ്. ഓൾമോസ്റ്റ് രണ്ടിലും ഒന്നിൽ 1800 ഒന്നിൽ 1200. അത് ഓൾമോസ്റ്റ് ഒരു $15,000 50-50 $30,000 ഉണ്ട് ഒരു ട്രേഡ്. $15,000. അതായത് BTCക്ക് $15,000, എത്തീരിയം $15,000. ഇതിപ്പോ ഇവിടുന്ന് കയറും. മാർക്കറ്റ് കയറില്ലേ? റോക്കറ്റ് ആണെങ്കിൽ ഏതാ യൂട്യൂബ് ചാനൽ ലൈവ് എത്ര മണിക്കാ തുടങ്ങാം? ലൈവ് നമ്മൾ ഇതിലാണ് യൂട്യൂബ് ലൈവ് അല്ല, എൻ്റെ ഇതിൽ കാര്യങ്ങൾ വരും. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിലേക്ക് വരും, എൻ്റെ ടീമിലേക്ക് വരും. അതിൽ ലൈവ് ഉണ്ടാവും. ഞാൻ എടുക്കുന്ന സമയം ഏത് സമയമാണ് ഞാൻ ഉണ്ടാവില്ല, അതിൽ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പിൽ ഞാൻ ആഡ് ആക്കും. അതിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. അപ്പൊ അതിൽ ഞാൻ ലിങ്ക് ഇട്ടുതരും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ. അത് ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കും. അതായത് അത് ഓൾറെഡി ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കും. അതിൽ
സോഫ്റ്റ്വെയർ വാങ്ങിയ ആരും കുറെ വാങ്ങിയിട്ടില്ല. ആൾക്കാരുണ്ട് ഇപ്പൊ ഇത്. വാങ്ങാനുള്ള തീരുമാനത്തിലാണ് ഇപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല സോഫ്റ്റ്വെയർ വാങ്ങിയ ആൾക്കാരുണ്ട് ആരാ വാങ്ങിയ ആൾക്കാർ കുറെ ആളുണ്ട് ഇതില്. ഈ വാങ്ങിയ ഒരാളൊന്ന് പറഞ്ഞാൽ ഇതിനെ പറ്റി ഞാൻ വാങ്ങിയതാണ്. ഓക്കെ, നിങ്ങൾ ഏതിലാ ട്രേഡ് ചെയ്യുന്നത്? ഇപ്പോ BTCയില്. ഓക്കെ, ഗോൾഡ് ചെയ്യുന്നില്ല? ഇല്ല, ഗോൾഡ് നിസാർ ഭായ് വാങ്ങിയതാണ്, ആള് ഗോൾഡ് ചെയ്യുന്നതാണ്. നിസാർ ഭായ് ഗോൾഡ് ചെയ്യുന്നതാണ്. കുറെ ആൾക്കാർ വാങ്ങിയുണ്ട്. നമ്മള് 35,000 ആണോ 50,000 ആണോ? 50,000 എന്തോ കോമ്പറ്റീറ്റർ ആവാനാ ചാൻസ്. ഇങ്ങനത്തെ ഇതിലൊക്കെ കോമ്പറ്റീറ്റർ കയറലുണ്ട് സാധാരണ. ഇങ്ങനെയൊന്നും ആവത്തില്ല. ഇങ്ങനെയുള്ള എന്താ വരയും TP1 TP2 ഇങ്ങനെ വരുമ്പം നോർമൽ ഇൻഡിക്കേറ്റേഴ്സ് ആവത്തില്ല. കൂടി പോയാൽ സ്ക്രാപ്പിംഗ് ആവാം, അല്ലെങ്കിൽ മൂവിങ് ആവറേജ് ആവാം. അങ്ങനെയൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് കിട്ടും. അല്ല അതന്നെ ഇൻഡിക്കേറ്റർ ഇപ്പൊ പല ഇൻഡിക്കേറ്റർ ഇപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇൻഡിക്കേറ്റേഴ്സിൽ അങ്ങനെ വന്ന താഴത്തോട്ടാണ് മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഡയറക്ഷൻ. സ്കാപ്പിംഗ് ഉണ്ട്, കുറെ മൂവിങ് ആവറേജ്. കൂടുതലെല്ലാം നോക്കുന്ന മൂവിങ് ആവറേജ്. ഇഷ്ടം പോലെ മൂവിങ് ആവറേജ്. അതായത് ഇഷ്ടം പോലെ, അതായത് ഇപ്പം SMCക്ക് ആയാലും സ്മാർട്ട് മണി കോൺസെപ്റ്റ് ആയാലും പല സാധനങ്ങളും മാർക്കറ്റിലുണ്ട്. അത് ഓരോരാളും എന്നാക്കുന്നത് പോലെയാണ്, അത് നിർമ്മിക്കുന്നത് പോലെയാണ്. ഞാൻ പറഞ്ഞില്ല, അതായത് ഇപ്പൊ ഇതിനിപ്പം ഞാനിപ്പം മാർക്കറ്റിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ മേടിക്കട്ടെ, എന്തിനാ ഒരു അത്ര തന്നെയാണ്. അതന്നെയാണ് ഇഷ്ടമുള്ളവരും അത് വിഡ്രോ ചെയ്യും. അത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അതിനെ പറ്റി പഠിക്കണ്ടല്ലോ. അതിനെ സേവ് ചെയ്ത് അല്ല ഞാൻ അതന്നെയാണ് പറഞ്ഞത്. ഇഷ്ടമില്ലവർ അത് വാങ്ങിക്കട്ടെ. അതായത് ഇതിൽ വാങ്ങിയ ആൾക്കാർ, ഈ ഇൻവെസ്റ്റ് ചെയ്ത 50,000 റിട്ടേൺ ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെ വാങ്ങിക്കുന്നല്ലേ. ഇപ്പൊ അങ്ങനെയാണ്. എനിക്ക് എത്ര ഇതുണ്ടെങ്കിലും ഇപ്പൊ 5 ദിവസത്തെ ക്ലാസ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഫ്രീ ആയിട്ടാണ് കാര്യങ്ങൾ 5 ദിവസം എന്താണ് എക്സ്പീരിയൻസ്, അതായത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ ഇപ്പൊ 5 ദിവസം ഇരുന്നിട്ട് ഈ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചേച്ചി വാങ്ങിച്ച് എത്ര നാളായി വാങ്ങിയിട്ട്? ഇപ്പൊ ഇതൊക്കെ നോക്കുന്ന സമയം ഇതിപ്പോ ഒരു സ്മാർട്ട് മണി എന്ന് പറഞ്ഞാൽ ഏതോ കമ്പനിയാണ്. കുറെ ആൾക്കാർ പല ലക്ഷക്കണക്കിന് ഇൻഡിക്കേറ്റേഴ്സ് ഇതിലുണ്ട്. അപ്പൊ ഇതിപ്പോ കംപ്ലീറ്റ് ആവും, നമ്മൾ ഈ ട്രേഡർ കംപ്ലീറ്റ് ആവും. ഓക്കെ ഞാനിപ്പോ എല്ലാം നോക്കിയത് USDTയും ഫ്യൂച്ചേഴ്സും പിന്നെ TRI നോക്കുമ്പം എന്താ ഇതിനകത്ത് കൊടുക്കുന്നത് പോലെ ശരിയല്ല. കാരണം കോൺഫ്ലിക്റ്റ് ആവാണ്, അലൈൻഡ് അല്ല, ന്യൂട്രൽ ആണ്, റീറ്റെയിൽ ഫ്ലോ ആണ്. ഇതിന്റേതാണോ മറ്റേ USDT ഫ്യൂച്ചേഴ്സ്? ഏതിൻ്റെതാണ്? ഇവിടെ ഇപ്പൊ കോൺഫ്ലിക്റ്റിൻ്റെതാണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. 15 മിനിറ്റിൽ പോയി കഴിഞ്ഞാല് ഇവിടെ ഇപ്പൊ എന്താ അലൈൻഡ് ആയിട്ടുണ്ട് മാർക്കറ്റ്. ഇവിടെ ബൈ തന്നെയാണ് 15 മിനിറ്റില്. ബിനാൻസിന്റെ ഇത് ബിനാൻസിന്റെ ചാർട്ടാണ് കേട്ടാ. വരുമ്പം ഇങ്ങനെ നോക്കി എടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. കാരണം ബുള്ളിഷ് ആണ് പോകുന്നത്, കോൺഫ്ലിക്റ്റ് ആണ്, ന്യൂട്രൽ ആണ്. അപ്പൊ ഞാൻ USDT മറ്റേ ഫ്യൂച്ചേഴ്സാ, KRX എന്ന് പറയുന്ന ഒരു ബ്രോക്കറാ, KRX. സാറ് പിന്നെ ഒരു സംശയം ഉണ്ടായി. അതായത് 50,000 എടുക്കുന്ന വെച്ചാ ഞാൻ ഒഴിക്കാൻ ലൈഫ് ലോങ് അല്ലേ സാറ് പറയുന്നത്? ലൈഫ് ലോങ് തന്നെയാണ്. നിങ്ങൾക്ക് ഓരോ ഉറപ്പ് ഞാൻ തരാം. അതായത് ഞാൻ ഉണ്ടാവും കൂടെ, അത്ര തന്നെയാണ്. അതിൽ കൂടുതൽ എനിക്ക് ഇതിൽ പറയാൻ പറ്റൂല. അതായത് ഞാൻ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളായിക്കോട്ടെ എന്തായിക്കോട്ടെ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വരുമ്പം വല്ല ഈ ആഗ്രോ ട്രേഡിങ് വല്ല ഫീസും എല്ലാം ഈടാക്കുവോ? ഇല്ല. അതായത് നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് അവിടെ മാനുവലി ആണല്ലോ എടുക്കുന്നത്. അൽഗോൻ എവിടെയും ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ എവിടെയും കണക്റ്റാക്കുന്നില്ല. കാരണം ലൈഫ് ടൈം കൊടുക്കുമ്പോ ഒരു കൺഫ്യൂഷൻ. കറൻസി പെയറൊക്കെ ഉണ്ടോ? കറൻസി പെയർസ് ഉണ്ട്. കറൻസി പെയർ ഉണ്ട്. കറൻസി എടുത്തു തരാം. നിങ്ങൾ ഏതാണെന്ന് പറയാം. യൂറോ USDT
ഫോറക്സ് ഫോറക്സ് യൂറോ ചെയ്യാം, സ്റ്റോക്ക് ചെയ്യാം അല്ലേ സാറേ? ഫോറക്സ് ചെയ്യാം, സ്റ്റോക്ക് ചെയ്യാം, ക്രിപ്റ്റോ ചെയ്യാം. ഇതിപ്പോ യൂറോ USDT ആണ്. ഞാൻ സാധാരണ ഗോൾഡും കറൻസിയാണ് ചെയ്യുന്നത്, അതാ ചോദിച്ചത്. എല്ലാ കറൻസിയും കിട്ടും നിങ്ങൾക്ക്. ഈ ബൈനറി ആപ്പിലുള്ള ഞാൻ വേറെ ചോദിച്ചത്, ബൈനറി ആപ്പിലുള്ള കറൻസിയുടെ ഇതും ഇതില് ഇതാക്കാൻ പറ്റും? ഏതാണ് ബൈനറിയിലുണ്ടല്ലോ ഇപ്പൊ ഈ പറയുന്ന കണക്ക് എന്താ ക്യൂടെക്സോ അക്കോടെക്സോ, അത് പോക്കറ്റ് ഓപ്ഷൻ, പിന്നെ ഇതാണ് സ്റ്റോക്ക് ആണോ? ഒരു മിനിറ്റ് പറയാ. പോക്കറ്റ് ഓപ്ഷൻ ആണോ? ആ ഏതാ അങ്ങനെ ഇതിലിപ്പം ഉള്ളത്? നിങ്ങൾക്ക് ഇപ്പൊ ഫോറക്സിൽ വരുന്ന സമയം ഫോറക്സിന് എല്ലാ പേസ് ഉണ്ടാവില്ല. ഓപ്ഷൻ എന്ന് പറഞ്ഞാണല്ലോ, അത് ഇതിലുണ്ടാവില്ല, ട്രേഡിംഗ് അല്ല, അത് ഇല്ലീഗൽ ആയിട്ടൊരു സംഭവമാണ്. അതുണ്ടാവില്ല. ബാക്കി നിങ്ങൾക്ക് ഇപ്പൊ ഫോറക്സും ക്രിപ്റ്റോവും അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റ്. മൂന്നിലും അനലൈസ് ചെയ്യുക. അതിലിപ്പം ഓപ്ഷനിലേക്ക് വരുന്ന സമയം മാത്രമേ ഒരു ഇതുള്ളൂ. അതായത് ഓപ്ഷനിൽ റിസ്ക് 10 ആയിരിക്കും ഓപ്ഷൻ മാർക്കറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ. അതായത് ഓരോ ട്രേഡിലും 10% റിസ്ക് എന്നാക്കണം, പ്ലേസ് ചെയ്യണം. അത് മാത്രമാണെങ്കിൽ ജെറോദയൊക്കെ പോലെയുള്ള ആപ്ലിക്കേഷൻ അതിനകത്ത് ചൂസ് ചെയ്യണം. അതിനകത്ത് നമുക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. തന്നെ ഓക്കെയാണ്. ഫസ്റ്റ് ടൈം തന്നെ എടുക്കുമ്പോൾ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ഇതിനകത്ത് കയറണമെന്ന് ചോദിക്കുന്നു. ഫസ്റ്റ് ടൈം ഒരിക്കൽ കണക്ട് ചെയ്താൽ മതി. നിങ്ങൾ കണക്ട് കൊടുക്കണം. ഇത് കൊടുക്കുക. കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നേരെ അതിലേക്ക് പോകും. ഇതേപോലെ ലോഗിൻ ആക്കാൻ വരും. നിങ്ങൾ ഇത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക, നേരെ സ്കാൻ ചെയ്യുക, ലോഗിൻ ചെയ്യുക. ആയി. ഓക്കെ. നമുക്കിപ്പോ OTP നമ്മളെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് പോണെങ്കിൽ ഇവിടെ ഇതേപോലെ വരും. കണക്ട് കൊടുത്തു കഴിഞ്ഞാല് നേരെ സ്കാൻ ചെയ്യുക, അത് ലോഗിൻ ചെയ്താൽ ലോഗിൻ ആയി. വേറെ ഒന്നും കൊടുക്കണ്ട. പിന്നെ അവിടെ നമ്മള് സിസ്റ്റത്തിൽ ഇത് കാണിക്കുമ്പോൾ നമ്മുടെ മൊബൈലിനകത്ത് സ്കാൻ ചെയ്തിട്ട് അവിടെ ലോഗിൻ കൊടുക്കണം. എനിക്കൊരു 1-to-1 ഒരു ഇച്ചിരി ഇതിന്റെ ഓപ്പറേഷൻ എല്ലാം എനിക്കൊന്ന് ക്ലിയർ ആക്കി തരണേ. 1-to-1 ഒരിക്കൽ അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം എല്ലാവരും ഒന്നാക്കുക, നാട്ടിലുണ്ടെങ്കിൽ നാട്ടിൽ വരുന്ന സമയമായിക്കോട്ടെ ഒന്ന് ഓഫീസിലേക്ക് വിസിറ്റ് ചെയ്യുക. ഒരു 1-to-1 ഒക്കെ നാട്ടിൽ എല്ലാവർക്കും എന്തായാലും നിർബന്ധമായിട്ട് ഒരു ദിവസം ഓഫീസിലേക്ക് വരാൻ നോക്കുക. ഒരു 1-to-1 ഇരിക്കുക. എന്തായാലും കാലിക്കറ്റ് ചെറുകുട്ടി റെയിൽവേ സ്റ്റേഷൻ ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഓഫീസ് വരുന്നത്. അപ്പോൾ 1-to-1 അതായത് മേജറായി കാര്യങ്ങളൊക്കെ 1-to-1 സെക്ഷൻ തരും. മേജർ സെക്ഷൻ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു 1-to-1 ഞാൻ തരും. 1-to-1 ആയിട്ട് തന്നെ തരും. സാറേ അപ്പൊ നാളെയും മറ്റന്നാളും ക്രിപ്റ്റോ നോക്കുന്നുണ്ട്, അതുകൂടെ ക്ലാസ് അത് നമുക്ക് അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ചത്തെ നാളെ ഒന്ന് ക്രിപ്റ്റോ ഇതാക്കി കാണിച്ചു തരാം. നാളെ ഇപ്പൊ ഗോൾഡ് ബിനാൻസിൽ ഗോൾഡ് മാർക്കറ്റ് ഉണ്ടാവും. നാളെ നമുക്കൊരു സെക്ഷൻ ഇരിക്കാം. അതാ നിങ്ങൾക്ക് അതിന്റെ ബിനാൻസിന്റെ ട്രെയിനിങ് ഞാൻ തരും. നിങ്ങൾക്ക് എത്ര ആൾക്കാരാണ് ബിനാൻസിന് ട്രെയിനിങ് വേണ്ടത് പേഴ്സണലി ജോയിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തരും. അത് ബിനാൻസിന്റെ ഒരൊറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ബിനാൻസിൽ ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് സിമ്പിളാ. ഞാൻ ബിനാൻസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ ട്രേഡിംഗ് വ്യൂവിനകത്ത് പോയി ചെയ്യുന്നത് എങ്ങനെയെന്നും ഇനി ഗോൾഡ് അതിനകത്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എന്റെ ക്യാപിറ്റൽ വെച്ച് എങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇതിന് ചെയ്യുന്നത് പോലെ ബെനിഫിറ്റ് ആകുമെന്നൊന്ന് പറഞ്ഞു തരണം. അത് നമുക്ക് ലൈവായിട്ട് തന്നെ ചെയ്യാം. നോ പ്രോബ്ലം. അത് 1-to-1 എന്ന് പറയുമ്പോൾ 1-to-1 ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ഓൺലൈനെ പറ്റൂ. ഞാൻ ദുബൈയിൽ നിന്നാണ്. മതി കണക്ട് ചെയ്യാം. 1-to-1 തന്നെ. അത് നമുക്ക് ആ ടീം എന്തായാലും ഒരു 4-5 ആൾക്കാരുണ്ടാവും ചെയ്യുന്ന ആൾക്കാർ. അത് കണക്ട് ചെയ്താൽ ഗോൾഡില് ഒരു സേഫ് ആയിട്ട് എൻട്രി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ നല്ലൊരു എൻട്രി എല്ലാം തരുന്നുണ്ട്. പക്ഷെങ്കിൽ കറക്റ്റ് ഒരു സേഫ് എൻട്രി എന്നുള്ള രീതിയിൽ എങ്ങനെയാ അത് എടുക്കാന്നൊക്കെ പിടുത്തം കിട്ടിയിട്ടില്ല. അത് നമുക്ക് ഒന്ന് ഇതായിട്ട് സിങ്ക് ചെയ്യാൻ നിങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്നത് ഞാൻ എടുക്കുന്നതാണ് നിങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ ഇതായിട്ടൊന്ന് സിങ്ക് ചെയ്യാൻ എടുത്തതിന് ശേഷം ഒരു 1 വീക്ക് 2 വീക്ക് കൊണ്ട് നിങ്ങൾ സിങ്ക് ആവും സിസ്റ്റമായിട്ട്, സോഫ്റ്റ്വെയർ ആയിട്ടൊന്നും. അതായത് ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഇപ്പം ഗോൾഡിൽ ഇപ്പം XAU
USD. അപ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് നമുക്കൊരു സെല്ല്, ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു 1 മിനിറ്റിൽ ഇപ്പോൾ ഒരു സ്ട്രോങ് 5 മിനിറ്റിൽ എടുക്കുന്ന രീതിയിൽ തന്നെ കണക്ക് കൂട്ടിയാൽ മതി. ഒരു സ്ട്രോങ് ബൈ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഈ ബോക്സിലേക്ക് ഒന്ന് വാച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ ബോക്സിലൊരു ഈ കണ്ടീഷനിൽ ഇപ്പോൾ ഒരു സ്ട്രോങ് ബൈ 5 മിനിറ്റിൽ വരികയാണെങ്കിൽ ഇത് എടുക്കുക. ബുള്ളിഷിലേക്കുള്ള കൺഫർമേഷൻ തന്നെയാണ്. ഈ എൻട്രിയിൽ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യുക. ആ ട്രേഡിൽ നിങ്ങളെ ഇപ്പോൾ 0% റിസ്ക്. ഇവിടെ എത്രയാണ് ഇത് റിസ്ക് കാണിക്കുന്നത്? ഇത് 1 മിനിറ്റ് ആണ്. ഞാനിത് 5 മിനിറ്റിൻ്റെയിലേക്ക് നിങ്ങൾ ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. 5 മിനിറ്റിൽ യെസ് എടുക്കുക, ധൈര്യമായിട്ട് എടുക്കുക. ഫുള്ളി പോസിറ്റീവാ നമുക്ക് കാര്യങ്ങൾ, റിസ്ക് തീരെ കാണിക്കുന്നില്ല. ഈ SL നമ്മൾ എവിടെ വെക്കേണ്ട വരും എന്നാണ് ഞാൻ സിമ്പിളായി പറയാം. ഇപ്പൊ ഇവിടെ ഇത് 5 മിനിറ്റ് ആയിട്ട് തന്നെ കണക്കൂട്ടാം. നമുക്ക് ഈ ഒരു പിന്നെ ഒരു സ്ട്രോങ് ബൈ വന്നാൽ ഇന്ന് രാവിലെ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, താഴെ ഒരു സ്ട്രോങ് ബൈ കിട്ടി, പക്ഷെ ഞാൻ എൻട്രി ചെയ്തിട്ടില്ല. പക്ഷെങ്കില് നമുക്ക് അതിലൊരു SL എവിടെ, നമുക്ക് ഏകദേശം SL എവിടെ വെക്കാൻ പറ്റൂ എന്നുള്ള ഒരു പിടുത്തില്ല. സിമ്പിളായി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ എൻട്രി എടുത്ത് കൂട്ടാം. ഈ സ്റ്റാർട്ടിങ്ങിൽ ഈ സെൽ ഇത് വെള്ളോട് കൂടി എൻട്രി എടുത്തു. ഞാൻ SLന്റെ സിമ്പിളായി പറയും. SLന്റെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ എന്നാക്കുന്നു എൻട്രി എടുക്കുന്നു. ഓക്കെ, ഇവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി പ്ലേസ് ചെയ്യുക. 1% അല്ലെങ്കിൽ 2%. നിങ്ങൾക്ക് മാക്സിമം ഒരു ദിവസം ഒരാൾക്ക് 3% ആണ് റിസ്ക് എന്ന് പറയുന്നത് ഒരു ദിവസം. അപ്പൊ ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്നാക്കാം, ഇവിടെ തന്നെ ഒരു 2% റിസ്ക് കീപ്പ് ചെയ്യാം. ഇവിടുന്ന് 2%, ഇവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് 2%. ഓക്കെ, ഇനി അതല്ല ഇവിടെ നിന്ന് നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് തന്നെ എൻട്രി കിട്ടുന്നു. അതായത് ഈ പോയിന്റിൽ നിന്ന് എൻട്രി നിങ്ങൾക്ക് ഈ പോയിന്റിൽ തന്നെ എൻട്രി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് 2%, അതായത് ഇവിടെ നിന്ന് 2% വർക്ക് എന്ന് പറയുമ്പോൾ ഇതിന്റെ ലോ ആയി. ഇത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ, അതായത് ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എന്താണ് ഡൗൺ ട്രെൻഡിലേക്ക് വരും. ഒന്ന് മൈക്ക് മ്യൂട്ടാക്കി വെക്കാം. മൈക്ക് എല്ലാവരും മ്യൂട്ടാക്കട്ടെ. ഞാൻ എല്ലാവരും മ്യൂട്ടാക്കട്ടെ അങ്ങനെയാണെങ്കിൽ. ഓക്കെ, ഞാൻ എല്ലാവരും ഒന്ന് മ്യൂട്ടാക്കിയിട്ടുണ്ട്. ഡൗട്ട് നമുക്ക് ചോദിക്കാം. അപ്പം ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്ന സമയം ഇവിടെ നിന്ന് തന്നെ കിട്ടിയെന്ന് കൂട്ടാം. അതായത് മാർക്കറ്റ് സ്ട്രോങ് ബൈ വന്ന സമയം തന്നെ ഇവിടുന്ന് ഒരാൾ മാക്സിമം ഈ സ്ട്രോങ് ബൈ വരുമ്പം തന്നെ ഞാൻ ഒരു ചെറിയൊരു ടെക്നിക്ക് കൊണ്ട് തരാം. ഈ സ്ട്രോങ് ബൈയിൽ നിങ്ങൾ ഇവിടെ കാണിക്കുന്ന റിസ്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രോങ് ബൈയിൽ കയറിയിട്ട് എന്നാക്കാം, ഈ ഏരിയയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് SL വെക്കാൻ പറ്റിയാൽ ഇത് ഈ ലോ ആണ്. ഈ ലോന്റെ താഴെ നമുക്ക് SL കിട്ടും. ആ 2% അവിടെ എന്നാവും ഇംപ്ലിമെന്റ് ആവും. ഈ ലോന്റെ താഴെ SL കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോ ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് 20% മാത്രമാണ്. അതായത് ഈ ലോ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് തന്നെയാണ്. ഈ ലോ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഹൈ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് അപ്പ് ട്രെൻഡിലേക്ക് പോകും. അതായത് ഈ ഒരു സപ്പോർട്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തല്ല മാക്സിമം ഈ സപ്പോർട്ടിൽ എന്നാക്കുക, സപ്പോർട്ടിൽ SL കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ആ ട്രേഡ് സേഫാണ്. നമുക്ക് അവിടെ നല്ല സേഫാണ് ആ ട്രേഡ്. അതേപോലെ തന്നെയാണ് ആ രീതി നോക്കിയാൽ മതി. SL നിങ്ങൾക്ക് അടുത്ത അപ്ഡേഷനിൽ നിങ്ങൾക്ക് SLും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടിയും അപ്ഡേറ്റഡ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ നിങ്ങൾക്ക് ഒരു 1 മന്ത് കൊണ്ട് എടുത്തവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്ഡേറ്റ് ആവും, ബാക്കിയുള്ളവർക്ക് കിട്ടും. അത് അടുത്ത ഇതിൻ്റെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് നമ്മുടെ മാർക്കറ്റിൽ. അപ്പോൾ ഞാനിപ്പോൾ നമുക്കൊരു ട്രേഡ് ഉണ്ടോ എന്ന് നോക്കാം. 5 മിനിറ്റിലൊരു എൻട്രി വന്നിട്ടില്ല. നമ്മളെ നേരത്തെ BTCയിൽ എടുത്ത എൻട്രി കംപ്ലീറ്റ് ആയോ ഇല്ല. ഇവിടെ എക്സോസ്റ്റ് വന്നു, TP2 വരെ എത്തി, എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. BTCയിൽ എടുത്തത് നമുക്ക് എത്തീരത്തിൽ TP1 വരെ എത്തിയിട്ട് എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. എക്സോസ്റ്റ് വരുമ്പോൾ എക്സോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ആക്ഷൻ നടന്നിട്ടുണ്ട്, ബാക്ക് എൻഡിൽ ഒരു ആക്ഷൻ നടന്നിട്ടുണ്ടെന്നാണ് ഇവിടെ നോക്കുന്ന സമയം. ഓക്കെ, ഇവിടെ വോളിയം പ്രഷർ മാത്രമാണ് ഇപ്പോൾ ഡൗണിലേക്ക് കാണിക്കുന്നത്. വെയിറ്റ് ചെയ്യുക അതായത് ഇപ്പോൾ TP ടാർഗറ്റ് ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് എൻട്രി എടുത്തത്. ഈ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എന്നാക്കുക എപ്പോഴും SL അതായത് ഇവിടുന്ന് പമ്പ് ചെയ്ത് ഇവിടത്തേക്ക് എന്നാക്കുക ഈ ഒരു ഏരിയയിലേക്ക് ഈ ഒരു സോണിലേക്ക് കൊണ്ടുവരാം. ഞാൻ പൊതുവെ അങ്ങനെയാണ് ഞാൻ ചെയ്യല്. അതായത് ഈ എൻട്രി എടുത്ത് ഇവിടുന്ന് ഇവിടുന്നാണ് എൻട്രി എടുക്കുന്നത്. എപ്പോൾ SL ഇവിടുത്തെ SL മാറ്റി ഇവിടത്തേക്ക് SL എന്നാക്കുക പമ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് അവിടെ എന്നാക്കുക ഹോൾഡ് ചെയ്ത് വെക്കാം, കുഴപ്പമില്ല. അത് SL ഇവിടെ വന്നിട്ട് SL അടിക്കുകയാണെങ്കിൽ SL അടിച്ചോട്ട് TP1ലേക്ക് കൊണ്ടുവരാം. TP2 എത്തി ട്രേഡ്, അപ്പോൾ TP1 SL എന്നാക്കുക അവിടുന്ന്
മാറ്റി വെക്കാം. ഈ സിസ്റ്റം എപ്പോഴും ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. അവിടെ എന്നാക്കാം അത് കണ്ടിന്യൂ ചെയ്യുക. നേരെ ഇവിടുന്ന് SL അടിക്കുന്നെങ്കിൽ ഇവിടുന്ന് അടിച്ചോട്ട്, കുഴപ്പമൊന്നുമില്ല, ലോസ് ആവില്ല. ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്താൽ TP3 വരെയുള്ള പ്രോഫിറ്റിംഗ് ഒക്കെ അവിടെ കിട്ടുകയും ചെയ്യും. അപ്പം ഈ കാര്യം ഒന്നാക്കാൻ നിങ്ങൾക്ക് എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ്. SL പെട്ടെന്ന് ഒന്നാക്കുക. ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ SL TP1 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ TP2 എത്തിക്കഴിഞ്ഞാൽ SL വേഗം എന്നാക്കുക അവിടുന്ന് പമ്പ് ചെയ്യിക്കാന്നുള്ളത്. ഓക്കെ, അതൊന്ന് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ആ കാര്യങ്ങളൊക്കെ. അപ്പം ഇത്രയൊക്കെ കുറച്ച് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഞാൻ മൈക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ SL വെക്കാന്ന് പറയുന്നത് എവിടെ നിന്നാണ് നിങ്ങൾ എൻട്രി എടുക്കുന്നത്, അവിടെ റിസ്ക് സ്കോറിൽ എത്രയാണ് നിങ്ങൾക്ക് SL വരുന്നത്, അത് നിങ്ങൾ SL കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു റിസ്ക് നിങ്ങൾ എന്നാക്കാം SL കീപ്പ് ചെയ്യുക. ഒരു ചോദ്യം ചോദിച്ചോട്ടെ സാറേ? ചോദിക്കാം. അതായത് ഇപ്പൊ നമ്മള് സ്റ്റോപ്പ് ലോസ് എടുത്ത് TP1 കൊണ്ടുവച്ച് നമ്മൾ പ്രോഫിറ്റ് സെക്യൂർ ആക്കി, കുറച്ച് പ്രോഫിറ്റ് സെക്യൂർ ആക്കി. എന്നിട്ട് നമ്മള് അടുത്ത നമ്മളെ TP എടുത്ത് നേരെ TP3 കൊണ്ടുവച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മളെ കാര്യം നോക്കി പോകാലോ. ഇൻ കേസ് എന്തെങ്കിലും ഒരു സാധാരണ TP സ്റ്റോപ്പ് ലോസ് എടുത്ത് പ്രോഫിറ്റിൽ കൊണ്ടുവന്ന് കുറച്ച് പ്രോഫിറ്റ് സെക്യൂർ ആക്കുമ്പോൾ നമ്മള് അതിന്റെ കൂടെ തന്നെ TP വേറെ എവിടെയെങ്കിലും ഇരുന്ന TP2 മറ്റോ ഇരുന്ന നമ്മളെ TP എടുത്ത് TP3 വെച്ചിട്ട് പോകുന്നതല്ലേ അതിന്റെ ഒരു ശരിക്കുള്ള ഒരു രീതി? അല്ല, ഞാൻ അങ്ങനെയാണ് ചെയ്യല്. അതായത് ഞാൻ ചെയ്യുന്നതൊക്കെ ഞാൻ ഓരോന്നിലും ഞാൻ നമ്മള് അടുത്തടുത്ത് വരുമ്പോ അടുത്തടുത്ത ഇതിൽ പറഞ്ഞേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഇപ്പോഴേ ഒന്ന് പറഞ്ഞതാണ്. ഇപ്പോഴേ ചെയ്യുന്നവരത് ഇംപ്ലിമെന്റ് ചെയ്തോട്ടെന്ന് വിചാരിച്ചിട്ട്. അതായത് TP1 ഡെൻസിറ്റി ടോപ്പ് ആകുമ്പം അത് പോസിറ്റീവ് ആണ് ആ ട്രേഡിൽ. അത് കൂടിയാ വേണ്ടത്, ഡെൻസിറ്റി കൂടിയാ വേണ്ടത് ട്രേഡില്, അത് നമുക്ക് പോസിറ്റീവ് ആണ്. അതായത് ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ എന്താ ഇപ്പൊ TP1 കംപ്ലീറ്റ് ആയ സമയം ഞാൻ എന്താക്കി, നിങ്ങളിപ്പോ TP1 SL TP1 കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് പണി കൊടുക്കുക. അതായത് ട്രേഡ് SL ആയിക്കൂടാന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം വേണ്ടത്. ഒരിക്കലും SL അടിച്ചുകൂടാ. ട്രേഡ് നമുക്ക് SL പ്രോഫിറ്റ് എപ്പോഴും സേഫ് ആക്കാന്നുള്ളതാണ്. ഒരിക്കലും നമ്മൾ SL മാർക്കറ്റ് എന്നായിക്കൂടാ പോയിക്കൂടാന്നുള്ളതാണ് നമ്മൾ, അതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കുറെ പ്രോഫിറ്റ് ആക്കാന്നുള്ളതല്ല. ഇവിടെ SL നമ്മൾ എന്താ പറയാ അത് സേഫ് ആക്കാന്നുള്ളതാണ് നമ്മൾ എന്നാക്കേണ്ടത്. അത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതാണ്. അപ്പൊ ഇത് കണ്ട ഇപ്പൊ ഇവിടുന്ന് ഇതൊക്കെ വന്ന് എക്സോസ്റ്റ് ഇവിടെ മാർക്കറ്റ് ഇപ്പം കണ്ട ആ ക്യാൻഡിൽ നമുക്ക് റോക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ക്യാൻഡിൽ നല്ല വോളിയം ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ക്യാൻഡിൽ അത്ര സ്ട്രോങ് ആയിട്ട് പോകുന്നത്. ഗോൾഡ് ഒന്ന് നോക്കാവോ? ഗോൾഡ് ഒന്ന് കാണിക്കാമോ? ഗോൾഡ് എടുക്കുക. ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ടോ? നോക്കാം. ഓക്കെ കണ്ട ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ആകുന്നുണ്ട്. പക്ഷെ ഇത് ബ്രേക്ക് ആയിട്ടില്ല. ഇത് വിക്ക് മാത്രമാണ് ബ്രേക്ക് ആയിട്ടുള്ളത്. ഈ സപ്പോർട്ടിനെ ഇത് ഫുൾ ക്യാൻഡിൽ ഈ സപ്പോർട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോകും. റെസിസ്റ്റന്റ് തന്നെയാണ്. അപ്പൊ ഇതൊന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഈ സപ്പോർട്ട് ഞാൻ എല്ലാത്തിനും സപ്പോർട്ട് എന്ന് പറഞ്ഞു പഠിച്ചോണ്ട് എന്റെ പേഴ്സണൽ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന സമയം അങ്ങനെയാണ് പറയല്ലോ. ഓരോ ഏരിയ സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞു അതായത് ഓരോ ഏരിയ എനിക്ക് സപ്പോർട്ടാണ്. അപ്പൊ ഇത് ശരിക്കും ഇത് ബ്രേക്ക് ചെയ്തായിട്ടില്ല. ഇത് ഫുൾ ഒരു ക്യാൻഡിൽ ഇവിടെ ഫുൾ ആയിട്ട് ഓപ്പൺ ആവണം. ഇതിപ്പോ ഒരു 10% ഇത് വിക്കാണ് പോയത്. വിക്ക് പോയതിനെ കൊണ്ട് സ്ട്രോങ് ആവും. വർക്ക് ചെയ്യുന്നുണ്ടോ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇതല്ല എന്റേത് ഹൈക്കനാഷിലാണ് ഉള്ളത്. അതാണ് നിങ്ങൾക്ക് അത് ഡിഫറൻസ് കാണുന്നത് കേട്ടാ. 43.91 തന്നെയാണ് ഇതിലും. ഇപ്പൊ ഹൈക്കനാഷിലേക്ക് വരുമ്പോ ഇവിടെ ഒരു സ്ട്രോങ് ബൈ ഹൈക്കനാഷ് കൊടുത്തിട്ടുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാല് ഇവിടെ അതായത് ഇവിടുന്ന് ഇതിപ്പോ നോർമൽ ക്യാൻഡിൽ ഇവിടെ ഒരു സ്ട്രോങ് ബൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഹൈക്കനാഷിൽ വരുമ്പം അത് ആ ലോ ആടുന്ന് ബ്രേക്ക് ആണ്. അത്രയും കൺഫർമേഷൻ കിട്ടണം. അതുവരെ വെയിറ്റ് ചെയ്യും. ഇവിടുന്ന് ഇത് ബ്രേക്ക് ആയ അതായത് ഈ ഒരു സ്ട്രോങ് ബൈ കിട്ടണമെങ്കിൽ അത് അത്രയും കൺഫർമേഷൻ കിട്ടിയാലേ മാത്രം നമുക്ക് ഹൈക്കനാഷിൽ നമുക്ക് ആ എൻട്രി വരും. ഹൈക്കനാഷ് ക്യാൻഡിൽസിലാണ് നമുക്ക് എപ്പോഴും വെയിറ്റ് ചെയ്യുക. അതായത് ഇത് ബ്രേക്ക് ആയി കണ്ട ഇവിടെ വീണ്ടും സപ്പോർട്ടായി ഇത് വന്ന അടുത്തൊരു ഇത് കണ്ട
അടുത്തൊരു ബുള്ള് തന്നെ വന്നു അവിടെ. അതൊരു പ്രശ്നമാണ്. അതായത് ഇവിടെയും ബുള്ള് വന്നു, ഇവിടെയും ബുള്ള് വന്നു. ഇനി മാർക്കറ്റ് മേലിലേക്ക് കയറാന്ന് പറയുന്നത് ഈ രണ്ട് സപ്പോർട്ടിനെയും ബ്രേക്ക് ചെയ്യണം. അല്ല സോറി ബിയർ വന്നു. ഈ ബിയറിനെ എന്താകണം, ബ്രേക്ക് ചെയ്യണം. അത് സ്ട്രോങ് ആയി ഈ ഏരിയ. ഇപ്പൊ ഈ ലൈൻ ഇപ്പൊ നല്ല സ്ട്രോങ് ആയി. യെസ് നല്ല സ്ട്രോങ് ആയി ഈ ഏരിയ ഇപ്പൊ. ഇത് വീണ്ടും കുറഞ്ഞു. അതായത് ഇത് ബ്രേക്ക് ഇവിടെ ഒറ്റ ഇതേ ഉള്ളൂ, സപ്പോർട്ടേ ഉള്ളൂ. കണ്ട മിക്കവാറും അടുത്ത ഡൗണിൽ ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അതെ, 2 തവണ റെസിസ്റ്റൻസിൽ വന്നിട്ട് റിജക്ട് ആയി. അപ്പൊ വീണ്ടും സപ്പോർട്ടിലേക്ക് വന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആണ്. യെസ് അതായത് ഇത് പമ്പ് ചെയ്യുന്ന സമയം ഇത് ഒരു സപ്പോർട്ടായി, നല്ല സ്ട്രോങ് സപ്പോർട്ട് ആണെങ്കിൽ ഇവിടെ ഈ ബുള്ളിന്റെ ചിഹ്നം വരും. ഇത് സ്ട്രോങ് സപ്പോർട്ട് അല്ല, അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ നമുക്ക് പോയത് ഇവിടെ. അത് അവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ആണെങ്കിൽ അവിടെ ഒരു ബുൾ സിഗ്നൽ അവിടെ വരും. ഇവിടെ വരും സപ്പോർട്ട്. യെസ് ഇവിടെ സപ്പോർട്ട് കാണിക്കും. ഇവിടെ നമുക്ക് സപ്പോർട്ട് വരും. അത് സപ്പോർട്ട് കാണുന്നില്ല. അതാണ് നമ്മളെ ഡബ്ല്യു പാറ്റേൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 2 ടോപ്പ് വരുന്ന ഡബ്ല്യു പാറ്റേൺ ആണ് ഇപ്പൊ നിക്കുന്നത് മാർക്കറ്റ്. മേലേക്ക് പോണെന്നാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ഈ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടായി പോയി. 2 ഏരിയ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ എപ്പോഴും ടൈം എടുക്കല് വെച്ചാല്, ഇപ്പൊ ഈ ഒരു ക്യാൻഡില് ഇവിടം വരെ പോയി. ഇതിന്റെ വിക്ക് ഇത് അത്ര സ്ട്രോങ് വിക്ക് പോയതിനെ കൊണ്ട് കാര്യമില്ല. അപ്പൊ ഇവിടുന്ന് കണ്ടത് ഇവിടുന്ന് മെല്ലെ താഴേക്കുള്ള ഒരു മൂവ്മെന്റ് കാണുന്നുണ്ട്. അപ്പൊ വെയിറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ തീരുമാനം എപ്പോഴും വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യാം. സിസ്റ്റം ഇപ്പം കറന്റ് കണ്ട ഇവിടെ ഇപ്പൊ എന്താണ്, അല്ല ഇതിപ്പോ വേറെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക് കഴിഞ്ഞ് റീടെസ്റ്റ് ലെവലിലാണെങ്കിൽ അടുത്ത ബ്രേക്ക് ആണെങ്കിൽ മാർക്കറ്റ് ബ്രേക്ക് ആവുമല്ലോ. അതാണ് ഇപ്പൊ ഇത് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഇപ്പൊ കണ്ടീഷൻ എന്ന് പറഞ്ഞ ഇപ്പൊ സപ്പോർട്ട് ഇവിടെ വലിയ റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ് മാർക്കറ്റിൽ. റൈസിങ് റിസ്ക് ആയി ഇവിടെ. സ്റ്റേബിൾ ഡോം റൈസിങ് റിസ്ക് ആയിട്ടുണ്ട്. ഇപ്പൊ എലമെന്റ് ഒക്കെ മാറലായി. ഡൗണിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോഴേ വരുത്തായി. ഇപ്പൊ മെല്ലനെ മാറും കാര്യങ്ങൾ. ഇപ്പൊ ഒന്ന് റൈസിങ് റിസ്ക് ആയി, മേലിലേക്ക് പോകുന്ന റിസ്ക് ആയി അവിടെ. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടുണ്ട് അത് മേലിലേക്ക് പോവാൻ. അതായത് ഇവിടെ 2 സപ്പോർട്ട് വന്നു, ഇതിനെ ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമാണ്. നമ്മൾ നേരത്തെ പറയുന്നത് അതും സോഫ്റ്റ്വെയറും റൈസിങ് റിസ്ക് ആക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. സെറ്റ് സ്കോർ മൈനസിലേക്ക് മെല്ലെ വരുന്നത്. അതായത് ഇപ്പം ഇതാണുള്ളത്, പ്ലസ് ആണുള്ളത്. സെറ്റ് സ്കോർ മൈനസിലേക്ക് മെല്ലെ വരുന്നുണ്ട്. ഒന്നേ ഉള്ളൂ, അത് വലിയ സെറ്റ് സ്കോർ ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. റെഡായി തുടങ്ങി തന്നെ മെല്ലനെ മാർക്കറ്റ്. സെറ്റ് സ്കോർ 1 ആയി, മെല്ലനെ മൈനസ് ആയാലേ. സെറ്റ് സ്കോർ മെല്ലനെ മൈനസ് ആകുന്നുണ്ട്. യെസ് കുറയലായി. ഇപ്പൊ അത് മൈനസ് ആയി. സെറ്റ് സ്കോർ മൈനസ് ആയി. ഇപ്പൊ മൈനസ് ആവും. യെസ് കുറയലായി. സെറ്റ് സ്കോർ കുറയലായി. കാര്യങ്ങളാ വോളിയം പ്രഷർ ബുള്ളിഷ് ബിയറിഷിലേക്ക് കയറിയിട്ടുണ്ട്. മെല്ലനെ കാര്യങ്ങൾ എന്നാലായി, സിറ്റുവേഷൻ മാറലായി. സിറ്റുവേഷൻ മാറുന്നുണ്ട് മെല്ലനെ. വീണ്ടും അടുത്ത ക്യാൻഡിൽ വന്നു. മൈനസ് ആയി. സെറ്റ് സ്കോർ മൈനസ് ആയി. അടുത്ത ക്യാൻഡിൽ വന്നു. സിറ്റുവേഷൻ പതിയെ എന്നാകലായി താഴേക്ക് മാറി വരുത്തായി. ഞാൻ വേറെ ഡൗട്ട് വെച്ചോട്ടെ. ഇപ്പൊ ഇങ്ങനെയുള്ള ടൈമില് നമുക്ക് വേണമെങ്കിൽ സ്കാൽപ്പിംഗ് ആയാലോ സെറ്റിലോട്ട്? ഈ ഇങ്ങനത്തെ സമയത്ത് എടുക്കണ്ട, അത് നമ്മളെ ഒഴിവാക്കുക. എല്ലാ ട്രെയിനും നമുക്ക് എടുക്കാണ്ടിരിക്കുന്നതല്ല നല്ലത്. എടുക്കേണ്ടത് അതൊരു റോങ് പ്രാക്ടീസ് ആയി പോകും. റോങ് പ്രാക്ടീസ് ആയി പോകും. അത് വേണ്ട. നമുക്ക് ഇത് റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ് ഇതിന്റെ ഉള്ളിൽ ഈ കളിക്കുന്നത്. നമുക്ക് ബിഗ് എൻട്രി മതി, നല്ല എൻട്രി കിട്ടും. ഇത് ഇങ്ങനെ ഇതിപ്പോ ഇവിടെ ഇത്രയും മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കിയ ഓളം ഇവിടെ ടാലി ആകുന്നതാണ് കണക്ക്. ഞാൻ എങ്ങനെയാണ് കേട്ടോ ഇതിനെ മനസ്സിലാക്കല്. ഈ ഉണ്ടാക്കിയൊരു ഓളം ഉണ്ടല്ലോ ഇവിടുന്ന് അതായത് ഇന്ന് 5 മണിക്ക് ഓൾമോസ്റ്റ് ഒരു 11:15 ഇന്ന് മുതൽ ഇങ്ങനെ മാർക്കറ്റ് എന്താണ് ഓളത്തിലാണ് പോകുന്നത്. നല്ല അതായത് കുറേ ഓളത്തിലാണ് മാർക്കറ്റ് അടിച്ച് കയറുന്നത്. ഓൾമോസ്റ്റ്
അപ്പൊ ഈ ഓൾ ഇത്രയും ഓൾ ഉണ്ടാക്കിയപ്പോ എന്റെ മാർക്കറ്റ് എന്താണെന്ന് ഒന്ന് സ്റ്റേബിൾ ആവണം. അതാണ് ഇപ്പൊ ഇവിടെ എസ് എൽ പറഞ്ഞിട്ടില്ല. എസ് എൽ ഏകദേശം 2% എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ക്യാപിറ്റലിന്റെ 2% ആണോ? ക്യാപിറ്റലിന് 2%. നിങ്ങൾ ആ ട്രേഡിന് ഇറക്കുന്ന എമൗണ്ടിന്റെ 2%. ട്രേഡിന് എത്രയാണ്, ആ ട്രേഡിന് എത്രയാണ് ഇറക്കുന്നു അതിന്റെ 2%. അത് കീപ്പ് ചെയ്താൽ മതി. ഇത് BTC കംപ്ലീറ്റ് ആവില്ല. TP2 അത് കേരള കംപ്ലീറ്റ് ആവും. ഫുള്ള് പോസിറ്റീവ്. അത് കണ്ടോ? ഇങ്ങനത്തെ കണ്ടീഷൻ അങ്ങാട് നിന്നോ, ലൈവായിട്ട് നിന്നോ. അതായത് റോക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് വന്ന് ഈ ക്യാൻഡില് കണ്ടോ? ഈ ക്യാൻഡിലിന് സ്ട്രോങ് സപ്പോർട്ടായി. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. അതൊന്നും അതിന് മാർക്കറ്റ് താഴേക്ക് പോകൂല. സ്ട്രോങ് സപ്പോർട്ട് കാണിച്ചു. ഇത് കേറുന്നുണ്ട്. നമ്മളിപ്പോ നേരത്തെ ഇവിടെ നമ്മള് TP ഇവിടെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവല്. മാർക്കറ്റ് കേറുന്നുണ്ട്. ഓക്കെ, അധികം TP2 കംപ്ലീറ്റ് ആയി 1 കംപ്ലീറ്റ് ആയി പോയാണെങ്കിൽ മെല്ലെ TP ഇൻക്രീസ് ചെയ്യാം. അതായത് ഇപ്പൊ ഇനി ഈ ഒരു ഏരിയയിലേക്കൊക്കെ എന്താക്കാം, ഈ സപ്പോർട്ട് ഏരിയയിലേക്കൊക്കെ നമുക്ക് TP ഇൻക്രീസ് ചെയ്യാം. അതായത് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലേ മാർക്കറ്റ്, ഈ സപ്പോർട്ട് വരെ മാർക്കറ്റ് എത്തും. അവിടെയൊക്കെ നമുക്ക് TP വെക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കേറുന്നുണ്ട്. എത്തീരിയം കേറുന്നുണ്ടാവും. എത്തീരിയം ഡൗണിലേക്ക് വരുന്നുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇന്ന് എത്തീരത്തിന്റെ. ഇങ്ങനത്തെ കണ്ടീഷൻ ആണെങ്കിൽ അവിടെ നിന്നാക്കാം, മെല്ലെ ഇറങ്ങാം. അത്ര തന്നെയാണ് എത്തീരൊക്കെ. അതുകൊണ്ട് അവിടെ ഒരു സപ്പോർട്ട് വന്നു. അപ്പൊ എന്താക്കാം, ഈ ഒരു എൻട്രിയിൽ ഇങ്ങനെ ഒരു സ്ട്രോങ് സപ്പോർട്ട് മേലെ വരികയാണെങ്കിൽ അവിടെ നിന്നായിക്കോ എക്സിറ്റ് ആയിക്കോ. അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ചില TP1 എത്തി അവിടെ നിന്ന് എക്സിറ്റ് ആവാം. ഇവിടുന്ന് മെല്ലെ മേലേക്ക് വന്നാക്കാം വെക്കാം. പക്ഷെ ഇത് പോസിറ്റീവാണ്. പക്ഷെ BTC കയറിയാണെങ്കിൽ ഗോൾഡ് ഇറങ്ങും, ഡെഫിനറ്റ്ലി ഗോൾഡ് ഇറങ്ങും. BTC അങ്ങനത്തെ ഒരു മൊമെന്റ് നടക്കലുണ്ട് മാർക്കറ്റില്. അത് എപ്പോഴും നടക്കണമെന്നില്ല. നമുക്ക് ഗോൾഡ് എടുത്തു നോക്കാം. BTC പമ്പിങ് ആണെങ്കിൽ ഗോൾഡ് ഇറങ്ങും. അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ മാർക്കറ്റാ ഇവിടെ മാർക്കറ്റ്. മൈക്ക് ആരോ ഒരു മൈക്ക് ഭയങ്കര ക്ലാഷാ. ഒന്ന് ഓഫ് ആക്കിയാ ബെറ്റർ. ഭയങ്കര നോയ്സ് അടിക്കുന്നുണ്ട്. ഓക്കെ, അതായത് അത് എത്ര ആൾക്ക് അറിയുന്നറിയില്ല. BTC ചില സമയത്ത് പമ്പ് ചെയ്യുന്ന സമയം എന്താണ്, നമ്മളെ ഗോൾഡ് അങ്ങോട്ട് ഇറങ്ങും. അതെപ്പോഴും അത് കോമ്പിനേഷൻ ആവണമെന്നില്ല. അത് നോക്കിയാൽ തിരിയും പെട്ടെന്ന്. ആ ഒരു കോമ്പിനേഷൻ മാർക്കറ്റിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് വാച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു കോമ്പിനേഷൻ ഇവിടെ ഇങ്ങനെ കാണുന്നത്. BTC കയറുമ്പോ അത് ഇങ്ങോട്ടേക്ക് എന്താകുന്നുണ്ട്. അത് തന്നെ ക്രൂഡ് നോക്കുന്ന സമയം നോക്കി വെക്കാം. ക്രൂഡ് നോക്കി നോക്കാം നമുക്ക്. ക്രൂഡ് നോക്കി നോക്കാം നമുക്ക്. ക്രൂഡ് ഇതിലുണ്ട്, അതുണ്ട്. അത് ചില സമയം അത് ഡോളറിന്റെ ഇതിൽ വരുന്ന സമയം ചില കണക്ട് ആകലുണ്ട്. നമുക്ക് പെട്ടെന്ന് തിരിയും അത് നോക്കി കഴിഞ്ഞാൽ. നമുക്ക് പെട്ടെന്ന് തിരിയും. അത് മാറുന്ന മൊമെന്റ് മാറുന്നത്. ഇപ്പൊ മെല്ലെ മാർക്കറ്റ് ഡൗണിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇതേപോലെ നോക്കിയാൽ മതി. ആ ഒരു ടൈം നിങ്ങൾ കണ്ടാൽ മതി. നമുക്ക് ആ ഒരു എപ്പോഴും ഫ്രീ ആകുന്ന ടൈമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. നമുക്ക് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്റെ കോണ്ടാക്ട് നമ്പേഴ്സും കാര്യങ്ങളും എന്തെങ്കിലും എന്റെ പേഴ്സണൽ നമ്പർ കണക്ട് ചെയ്യണമെങ്കിൽ സ്റ്റാഫായിട്ട് കണക്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ നമ്പർ തരാം. ഇതിൽ ഞാൻ പറഞ്ഞുതരാം. നമ്പർ എന്റെ പേഴ്സണൽ നമ്പർ തന്നെ കണക്ട് ചെയ്യാം. 8301 അല്ല 83. ഞാൻ പേഴ്സണൽ നമ്പർ തരുന്നത് എന്റെ കമ്പനി നിങ്ങൾക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്റെ പേഴ്സണൽ നമ്പർ ആണ്. 8301824446. അതെപ്പോഴും അത് ഓഫ് ആവൂല നമ്പർ. മറ്റേ കമ്പനി നമ്പറൊക്കെ എന്തെങ്കിലും ബിസി കാര്യങ്ങൾ ഇങ്ങനെ വന്ന് കണക്ട് ചെയ്യാൻ പറ്റും. 8301 824446.
സാറിന്റെ പേരെന്താ? വസീം VASEEM. നാടെവിടാണ്? ഞാൻ കാലിക്കറ്റ് ആണ്. ഓക്കെ ഓക്കെ. നമ്മളെന്താണ് നമ്മളെ BTC എന്തായാലും BTC പമ്പ് ചെയ്തോ? BTC ഇപ്പൊ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഓരോരുത്തർക്ക് ഇത് കൊടുത്തിട്ടുണ്ടോ? ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ടുണ്ടോ? ഏതാ? ഇപ്പൊ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി എങ്ങനെ കൊടുത്തിട്ടുണ്ടോ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും ഒക്കെ? അതെ, ക്യാഷ് ഇല്ല, ഇതിപ്പോ എല്ലാരും ഇതിലുള്ള എല്ലാരും ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെ? നിങ്ങൾ ഇന്ന് പുതിയ ജോയിൻ ചെയ്തതാണോ? ഞാൻ ഇപ്പൊ ഇന്ന് കയറിയതേ ഉള്ളൂ, അതാ ഞാൻ ചോദിച്ചത്. കുഴപ്പമില്ല. നാളെ നിങ്ങൾക്ക് തരും, അത് കിട്ടും. ഇല്ല, അത് പ്രശ്നമില്ല. നിങ്ങളെ കണക്ട് ചെയ്യുന്ന സ്റ്റാഫായിട്ട് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ആക്സസ് തരണം എന്ന് പറഞ്ഞാൽ അവർ തരുമായിട്ട്. എല്ലാവരും ഇതിനെപ്പറ്റി 100% അറിയുന്നവരാണൊക്കെ സംസാരിക്കുന്നത്, അതാ ഞാൻ ചോദിച്ചത്. അല്ല, ഇതിലുള്ള എല്ലാവരും 4ാമത്തെ ദിവസമാണ് ഇന്നത്തെ. നിങ്ങളെ ഫസ്റ്റ് ഡേ, ബാക്കി ഇവരെ 4ാമത്തെ ഡേ ആണ്. നമ്മള് തിങ്കളാഴ്ച തുടങ്ങിയതാണ്. ഉപയോഗിച്ചിട്ട് ആരോ വാങ്ങിയെന്ന് പറഞ്ഞല്ലോ, ഒരു ചേച്ചി സംസാരിച്ചല്ലോ. അങ്ങനെ ആ ചേച്ചിയെ ചോദിച്ചു ഇത് വാങ്ങിച്ചതിന് ശേഷം എങ്ങനെ ഉണ്ട് എന്ന് ഞാൻ ചോദിച്ചത്. അപ്പൊ ആ ചേച്ചി അതിന് ആൻസർ പറഞ്ഞില്ല. ചേച്ചി പോയിന്ന് തോന്നുന്നു അതിൽ നിന്ന്. ചേച്ചി അതിലുണ്ടോ അല്ല പോയോന്ന് അറിയില്ല. $200 ആക്കി. പ്രമോദ് ഭായി നമ്മളെ പഴയ കസ്റ്റമർ ആണ്. പ്രമോദ് ഭായി നമ്മളെ മുന്നേത്തെ കസ്റ്റമർ ആണ്. ഡിസ്കൗണ്ട് ഒന്നും വരത്തില്ല ഈ 50 തന്നെ? 50 എന്ന് പറഞ്ഞത് വെച്ചാല് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ക്ലിയർ ഇല്ല കേട്ടോ. നമുക്ക് ഈ 50,000 ഒരാഴ്ച കൊണ്ട് ഇതിൽ നിന്ന് ചെയ്തെടുക്കാം. കറക്റ്റ് ഇരിക്കാനാണ് വെറും $100. ഒരു ദിവസം കൊണ്ട് എടുത്ത ആളുണ്ട്. നമ്മളെ ബാച്ചിലുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് $50. ഞാൻ ഇപ്പൊ 10th ക്ലാസ് സ്റ്റുഡന്റ് ആണ്. ഞാൻ വരെ അത് ബൈ ചെയ്ത്. അത്രയും ആക്യുറസി ഉള്ളതുകൊണ്ട് ഞാൻ അത് ബൈ ചെയ്ത്. എങ്ങനെ? ആള് നമ്മളെ എറ്റിയും ചെറിയ സ്റ്റുഡന്റ് ആണ്. ആള് +1 ആണ്. ആള് ഓൾറെഡി മാർക്കറ്റിൽ ഇപ്പൊ ചെയ്തുകൊണ്ടുണ്ട്. സോറി, ഞാൻ വിചാരിച്ചു കൂടുതലായി, അതാ ചോദിച്ചത്. ഇല്ല, ഇതിലെത്തിയും പ്രായം കുറഞ്ഞ സ്റ്റുഡന്റ്. എങ്ങനെ? റെക്കോർഡ് സെക്ഷൻസ് ഉണ്ടാവും യൂട്യൂബില്. അല്ല, ഞാൻ കാരണം ഇത് എക്സ്പീരിയൻസ് നിങ്ങൾ ഇപ്പൊ ഇത് അനുഭവിച്ച ആളാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ എത്ര $1 സ്റ്റാർട്ട് ചെയ്തേ? ഞാൻ ഇപ്പോ കറന്റ്ലി ഡെമോ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ റിയൽക്ക് മാറാൻ നിക്കണം. $100 ഡെപ്പോസിറ്റ് ചെയ്ത്. ആള് ഞാൻ ഡെമോയിലൊക്കെ എന്റെ മോണിറ്ററിംഗിൽ പോകുന്നതാണ് ഇതില് ഉള്ള ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാരും ഡെമോയിലാണോ ചെയ്തിട്ടുള്ളത്? അല്ല, റിയൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഡെമോയിലല്ല, ഞാൻ പ്രമോദ് എന്ന് പറയുന്ന ആള് നമ്മളെ ഞാനും റിയലിലാണ് ചെയ്യുന്നത്. $1,000 ഇട്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഞാൻ കാരണം എന്റെ 2 സ്ട്രാറ്റജി വെച്ചാൽ ഞാനാണ് നേരത്തെ $200 എനിക്ക് പോയെന്ന് പറഞ്ഞത്. ഞാൻ മൊത്തത്തിൽ $300 ഉണ്ടാക്കി. അതിൽ നിന്ന് 200 പോയി. 207 പോയി. ഇപ്പൊ 1099 നിൽക്കുക. നിങ്ങളെങ്ങനെ എത്ര ലോട്ട് അടിച്ചപ്പോ? എങ്ങനെയാണ്? അല്ല, ലോട്ട് എത്ര എടുത്തേന്ന്? 0.03 0.02. അപ്പോഴാണ് SL അടിച്ചേ? അല്ല, ആ സമയത്ത് എനിക്ക് 0.05 ഉണ്ടായിരുന്നു. എന്നിട്ട് SL അടിച്ചതല്ലാതെ എന്താണ് എന്റെ ലോജിക്കിന് നിരക്കാത്ത തരത്തിൽ എന്റെ $207 പോയി. അപ്പൊ ഞാൻ അടിച്ച കഥയല്ല, അതാണ് നേരത്തെ പറഞ്ഞ സ്റ്റോറി. അതാണ്, അതായത് പ്രോഫിറ്റിൽ നിന്ന് എക്സിറ്റ് ആയ സമയം ബ്രോക്കർ നോക്കുന്ന സമയം ലോസ് വരും. അതെ, എന്റെ ആ ദിവസത്തെ ട്രേഡ് ക്ലോസ് ചെയ്തത് $207 ലോസ് ആയിട്ട് കാണിച്ചു.
നിങ്ങൾ നിലവിൽ ട്രേഡ് ചെയ്യുമ്പോൾ സാധാരണ SL-ഉം TP-യും വെക്കാതെയാണ് ചെയ്യുന്നത്? അല്ല അത് ഇതിപ്പോ ഞാൻ സ്കാൽപ്പിങ്ങിന്റെ ഇത് നോക്കി ചെയ്തത് കൊണ്ട് ഞാൻ SL വെക്കാതിരുന്നതാണ്. ഒരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യരുത് കേട്ടോ. അതെ ട്രേഡിംഗ് ബ്രോക്കേഴ്സിന് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ചെയ്താലും നമ്മൾ ആദ്യമേ അതിൽ എഴുതിയിട്ടുണ്ടാവല്ലോ ഇൻസ്ട്രക്ഷനിൽ. അവർ തന്നെ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് സ്കാൽപ്പിംഗ് ആണോ ട്രേഡിംഗ്, അതിന്റെ ഡീറ്റെയിൽ ചോദിക്കും. അപ്പൊ നിങ്ങൾ അതിൽ ഇത് നിലവിൽ അവരുടെ റൂൾസ് അനുസരിച്ച് നിങ്ങൾ നിലവിൽ SL-ഉം TP-യും വെക്കേണ്ടുന്ന റൂൾസ് നിങ്ങൾ സൈൻ ചെയ്ത് കഴിഞ്ഞു. അതാണ് എന്റെ വിഷയം. നമ്മളിപ്പോ ഈ മ്യൂച്വൽ ഫണ്ടും അല്ലാതെയുള്ള അസറ്റുകളും ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ പ്രൊസീജിയർ ഉണ്ട്. അതായത് ന്യൂസ് ടൈമിൽ പലപ്പോഴും നല്ല ബുള്ളിഷ് ഷെയറിംഗ് അല്ലെങ്കിൽ ബെയറിഷ് ആയിട്ട് നിൽക്കുമ്പോൾ ആ സമയത്ത് അവർ പറയണ ട്രേഡ് എടുത്തുകൂടാ. നമ്മൾ ചിലപ്പോ 5,000 എന്റെ അടുത്തൊരു ഫ്രണ്ട് 5,000 എബോ വരെ ട്രേഡ് എടുത്ത് വെച്ചിരുന്നവൻ അന്ന് ആ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ വാക്കും കേട്ടുകൊണ്ട് അവൻ ന്യൂസ് ടൈമിൽ ട്രേഡ് എടുത്തു. ആ ഒറ്റ റീസൺ കൊണ്ടാണ് ബാക്കിയുള്ള എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റാതായി പോയത്. ഓക്കെ, ആ 5,000 എത്തിക്കാൻ എന്തുമാത്രം റിസ്ക് എടുത്താണ്. അതാണ് ഇതിന്റെ പിന്നിൽ കുറെ ലൂപ്പ് ഹോളുകൾ ഉണ്ട്. ആ ലൂപ്പ് ഹോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. ഞാൻ ഇപ്പൊ സ്കാൽപ്പിംഗ് ഞാൻ ഇപ്പൊ ഇതിലാ സ്കാൽപ്പ് ചെയ്യണം. സ്കാൽപ്പിംഗ് ഓപ്ഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അവർ അപ്പൊ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മളൊരു വിഹിതത്തിൽ നിന്ന് അവർ അത് കട്ട് ചെയ്യും സ്കാൽപ്പിങ്ങിന് വേണ്ടി. ഈ XNS-ന് എന്റെ അറിയില്ല, അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ XNS-ന്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ ബ്രോക്കർ ഇത്രയും XNS ഇതൊക്കെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രോക്കർമാർക്ക് ഇത്രയും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാനൊരു ബ്രോക്കറിനെ സജസ്റ്റ് ചെയ്യാണ്. മാർക്കറ്റിംഗ് ഒന്നല്ല നിങ്ങൾ ജസ്റ്റ് FP മാർക്കറ്റിംഗ് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന FP മാർക്കറ്റാണ്. എനിക്ക് ഇങ്ങനത്തെ സ്കാൽപ്പിങ്ങോ ഇങ്ങനത്തെ ഇഷ്യൂസോ ഇങ്ങനത്തെ എഗ്രിമെന്റ് സൈൻ ചെയ്തോ ഇങ്ങനത്തെ യാതൊരു കാര്യങ്ങളും. എന്തായിരുന്നു എന്റെ പേര് സന്ദീപ്. ഞാൻ യൂസ് ചെയ്യുന്ന 2.5 ബ്രോക്കറിന്റെ പേര് FP മാർക്കറ്റ്. നോക്കട്ടെ. FP ട്രേഡിംഗ് അതിപ്പോ ഞാൻ 2.5 വർഷം യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ യാതൊരു ഇഷ്യൂ വിഡ്രോവൽ ആയിക്കോട്ടെ. ഫോറക്സ് അതന്നെ FP ട്രേഡിംഗ് അതന്നെ. UAE അടിപൊളി സാധനമാണ്. ഒരു സോഫ്റ്റ് ട്രേഡിംഗ് ഉണ്ട്, എല്ലാ സാധനവും ട്രാൻസ്പെറന്റ് ആണ്. ഇവരുടെ യാതൊരു ബഹളങ്ങളും ഇല്ല, ഇവർക്ക് യാതൊരു പരസ്യവും ഇല്ല, ഒന്നുമില്ല. ഐഫോൺ സംസാരിക്കുന്ന സന്ദീപ്, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാലേ നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോ അവര് നിങ്ങൾ കൊടുത്തിട്ടുള്ള അതിന്റെ അകത്തുള്ള റൂൾസ് വെച്ചായിരിക്കും ചെയ്തിട്ടുള്ളത്. റൂൾസ് ഇതിന്റെ ഉള്ളില്ല. ഇങ്ങനത്തെ റൂൾസ് ഒന്നും നിങ്ങൾ സ്കാൽപ്പിംഗ് ചെയ്തിട്ടുണ്ടോ? ഞാൻ എപ്പോഴും സ്കാൽപ്പിംഗ് ആണ് ചെയ്യുന്നത്. അല്ല, ഞാൻ സ്കാൽപ്പിംഗ് എത്ര വരെ ചെയ്തിട്ടുണ്ട്? എത്ര വരെന്നോ? അതായത് എത്ര ഡോളർ വരെ നിങ്ങൾ എടുത്തിട്ടുണ്ട്? ഞാൻ $20,000 ഒക്കെ ഒറ്റ ഒരു സ്കാൽപ്പിംഗ് കളഞ്ഞിട്ടുണ്ട്. കളഞ്ഞല്ല ഞാൻ ചോദിച്ചത്. ഞാൻ അതായത് പ്രോഫിറ്റ് എടുത്തു, അത് കമ്പനി കൊടുത്താണല്ലോ. നിങ്ങൾ എടുത്തത് സ്കാൽപ്പിംഗ് ഏറ്റവും എത്രയാ? ഇതിന്റെ ടേംസ് $500 ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഒറ്റ സ്കാൽപ്പിംഗിലൊക്കെ. ഒറ്റ സ്കാൽപ്പിംഗില് ഇപ്പൊ ഞാൻ സ്കാൽപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. മൈക്രോ സ്കാൽപ്പിംഗ് പറയാൻ പറ്റില്ല. ഇത്രയും മെല്ലെയാണ് ചെയ്യുന്നത്. അത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ് മൈക്രോ സ്കാൽപ്പിംഗ്. ഇതിനകത്ത് ഇപ്പൊ പുള്ളി പറഞ്ഞില്ലേ, മൈക്രോയും മിനിയും ബി ബുക്കും മഗായും എ ബുക്കുമായിട്ടുള്ള ബ്രോക്കർമാരുമായിട്ടാണ് ഇവരെല്ലാം കളിച്ചോണ്ട്. ഞാൻ ഈ ബി ബുക്കിന്റെ കാശ് ഞാൻ കുറെ ബ്രോക്കർമാർ 18 ബ്രോക്കർമാർ യൂസ് ചെയ്തു. എന്നിട്ട് ഞാനിപ്പോ 2.5 വർഷമായിട്ട് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് യാതൊരു കുഴപ്പം പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ആവശ്യമില്ല. ഇല്ല അതന്നെ. അതായത് ആളെ എനിക്കറിയാം. ആള് പറയുന്ന ബ്രോക്കർ അത്രയും ഇതില്ലാതെ പറയൂല. അത് സ്കാൽപ്പിങ്ങിന് വളരെ വളരെ അഗ്രഗണ്യനായ ആളാണ്. സ്കാൽപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ പൊസിഷൻ ട്രേഡോ ഒന്നും ഞാൻ ഇതുവരെ ജീവിതത്തിൽ എടുത്തിട്ടില്ല. സ്കാൽപ്പിങ്ങിലാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഓവറോൾ പ്രോഫിറ്റിലാണോ? 20,000 പോയത് പോട്ടെ, അത് വിട്ടിട്ട് ബാക്കി 20,000 എന്റെ 1.5 കോടി രൂപ പോയ ആളാണ്. വെരി ഗുഡ്. വെൽഡൺ. നിങ്ങളെയൊക്കെയാണ് നമ്മളെ ഗുരുക്കന്മാര്. നിങ്ങൾ എനിക്കൊന്ന് കാണാം. അല്ല, നിങ്ങൾ പേരെന്താ? പ്രമോദോ? സന്ദീപ്. ഓക്കെ. അല്ല, നിങ്ങൾക്ക് എത്രയാ? അല്ല, നിങ്ങൾക്ക് എനിക്ക് പറ്റുന്ന ഞാൻ മോർണിംഗ് പ്രോഫിറ്റ് എടുക്കും. ഈവനിങ് US സെക്ഷനിൽ കൊണ്ടേ കളയും.
അത് മോർണിംഗിൽ എത്രയാണ് പ്രോഫിറ്റ് എടുക്കലും കൂടി ഒന്ന് പറയാ നിങ്ങള്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ വിതിൻ സെക്കൻഡ് $1000 രാവിലെ തന്നെ പ്രോഫിറ്റ് എടുക്കും. വൈകുന്നേരം 2500 കളയും. അതാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞ ആള് 4 മണി യു എ ടൈം, 5 മണി ഇന്ത്യൻ ടൈം. ചേട്ടാ ഞാൻ തമാശക്ക് ഇതിലാണ് പറയുന്നത് ഡിസിപ്ലിൻ ഇല്ലാത്ത ട്രേഡർന്ന്. അതാ ഞാൻ പറഞ്ഞ, എനിക്ക് ഡിസിപ്ലിൻ ഇല്ല. എനിക്ക് ഡിസിപ്ലിൻ വരാൻ വേണ്ടിയാണ് ഈ സോഫ്റ്റ്വെയർ വാങ്ങുന്നത്. ഇതോടുകൂടി അതായത് ആളെ ഞാൻ എന്റെ കൂടെ ഇതാക്കിയതാണ്. നമ്മൾ ഇതോടുകൂടി ഞാൻ എന്താക്കും, ആളെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നുള്ള ഞാൻ ഒരു തീരുമാനം എടുത്തതാണ്. യാതൊരുവിധ കൺട്രോളും ഇല്ല, എനിക്ക് ഒരു കൺട്രോൾ ഇല്ല. ഞാൻ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ട്രേഡിങ്ങിന്. നിങ്ങൾക്ക് എത്ര വയസ്സായി? 42. ഞാൻ സ്കാൽപ്പിങ് ചെയ്തോണ്ടിരുന്നത്. എനിക്ക് ചെറിയൊരു അസുഖമായിട്ട് ഞാൻ വീട്ടിൽ ഇരിപ്പായിപ്പോയി. അപ്പൊ ഞാൻ ഓപ്പണായിട്ട് പറയാം. അപ്പൊ ഈ പറയാം, എനിക്ക് കോടികളൊന്നും പോയില്ല, ഒരു 28 ലക്ഷം രൂപയ്ക്ക് പുറത്ത്. ഞാൻ 5 വർഷമേ ഉള്ളൂ. 5 വർഷമായിട്ടുള്ളൂ. പക്ഷെ ഞാൻ കാശ് എടുത്തോന്ന് വെച്ചാൽ എടുത്തു. പക്ഷെ പിന്നെ ഇപ്പൊ ഈ ബേസിക്കലി പ്രശ്നങ്ങളായതുകൊണ്ട് പിന്നെ ഞാൻ പഠിച്ചു. ഈ പറഞ്ഞ ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക്കാ സോഫ്റ്റ്വെയറുകളോ ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചു. ഇപ്പൊ ജീവിതത്തിൽ ഡിസിപ്ലിൻ അതായത് നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് മാത്രം ഞാൻ കളഞ്ഞത് $5000. ഇന്ന് മാത്രം. അല്ല ഇതൊക്കെ ഈസി ആയിരുന്നു ഇങ്ങനെ പറയാൻ, ഞാനും ഈസി ആയിട്ട് വിട്ടോണ്ടതാ. പക്ഷെ ഞാൻ ഇപ്പൊ ഒരു ഞാൻ ഗോൾഡ് ബൈ പോയില്ലേ, ഗോൾഡ് ബൈ പോയപ്പോ ഞാൻ സെല് ചെയ്ത് വെയിറ്റ് ചെയ്തു. കുറഞ്ഞ് അക്കൗണ്ട് ലാസ്റ്റ് റെഡ് ആയി. ഇത് ടി പി അടിച്ചു. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ഒരു കാര്യമാണ്, അതായത് നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്താക്കാം, ഒരുമിച്ച് തന്നെ സോർട്ട് ഔട്ട് ചെയ്യുക. ടീം വർക്കായിട്ട് എല്ലാം സോർട്ട് ഔട്ട് ചെയ്യുക. ഇതെല്ലാം നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. ഇപ്പൊ പോയതൊക്കെ എന്നാക്കാം, അതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി കണക്ക് പഠിക്കാൻ രാവിലെ ഉള്ള ട്രേഡില് അതിരാവിലെ നിങ്ങൾ ഗ്രൂപ്പിൽ കയറുമ്പോ നമ്മൾ എഴുന്നേറ്റ് കയറണം, അങ്ങനെയല്ലേ മനസ്സിലാക്കാൻ? ഞാൻ ഇപ്പൊ ഒരു ട്രേഡർ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്ന ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ എടുത്തോണ്ട് ജോലി ക്ഷീണോ എല്ലാം ഉണ്ടാവും. എന്റെ ഒരു സിസ്റ്റമാറ്റിക് ഉണ്ടായിരുന്നു കുറച്ച്. അത് ഈ അടുത്ത സമയത്താണ് വന്നത് കേട്ടോ. നേരത്തെ ഒന്നും ഇല്ല. എനിക്ക് തോന്നുമ്പോ ഈ പറഞ്ഞ കണക്ക് സ്കാൽപ്പിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാലത്തെ എണീക്കുക, അതൊരു 5 o'clock കൂടി ആക്റ്റീവ് ആവുന്ന രീതി, അതായത് 4:45 കൂടി ആക്റ്റീവ് ആവുന്ന രീതിയിൽ എണീച്ച് ഒരു നല്ലൊരു മെഡിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ചെറിയൊരു രീതിയിൽ മെഡിറ്റേഷൻ കൺട്രോൾ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ബ്രീത്തും എടുത്തുകൊണ്ട് എടുക്കുക ട്രേഡിങ്ങില്. ഞാൻ സപ്പോർട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ട്രേഡിങ് ഹലോ എന്നിട്ട് ട്രേഡിങ് ആപ്പ് സ്റ്റാർട്ട് ചെയ്തോടുകൂടി ആരും വിളിച്ചുണർത്തേണ്ട ആവശ്യമില്ല അതില്. ഞാൻ ഇതുവരെ ഫോറക്സിൽ ഇതുവരെ ട്രേഡേ ചെയ്തിട്ടില്ല, ഒരൊറ്റ ട്രേഡ് പോലും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ മാർക്കറ്റിലാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യാത്ത ട്രേഡ് എല്ലാ സെഗ്മെന്റും ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മള് ഫോറക്സിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയും കാര്യങ്ങളൊന്നുമില്ല. നമ്മള് ഒരു പൊസിഷൻ സൈസിങ്ങും റിസ്ക് മാനേജ്മെന്റും എല്ലാം ആക്കിയിട്ട് എല്ലാം ചെയ്ത് നമ്മൾ മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തില് എത്ര നമുക്കൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റും? ഒരു മന്ത്ലി ഒരു 5% 8% ഒക്കെ എടുക്കാൻ പറ്റുമോ? 10%? ഇതിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇതാണ്. നിങ്ങൾ ഈ PDF ഒന്ന് കാണാം. നിങ്ങളിപ്പോ ഇതിലിപ്പോ ഒരാളിപ്പോ നമ്മള് വലിയ പ്രോഫിറ്റ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ അതിനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മറുപടി ഞാൻ ഇവിടെ തരാം. അതായത് ഈ PDF കാണുന്നുണ്ടല്ലോ എല്ലാവരും, സെൻട്രലൈസ്ഡ് അല്ല. ഒരു സജഷൻ ഉണ്ട്, ആ PDF ഒന്ന് 20 days ആക്കണം നല്ലായിരുന്നു, ട്രേഡ് പെർ മന്ത്സ്. അത് ഞാനത് എനിക്ക് 30 ട്രേഡ് കിട്ടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കി പോയതാണത്. ഞാൻ ഫിനാൻസില് എനിക്ക് ഈ ശനി ഞായറും ഞാൻ ട്രേഡ് എന്റെ കണക്കിലുണ്ട്. ഗോൾഡ് താഴത്തോട്ട് വരാൻ തുടങ്ങി. ഗോൾഡ് താഴത്തോട്ട് വരുന്നുണ്ടല്ലോ, ഒന്ന് നോക്കാവോ? ഗോൾഡ് വരും, ഗോൾഡ് താഴേക്ക് വരണം. അതായത് BTC ഇപ്പം ഫുള്ള് കംപ്ലീറ്റ് ആയി ടാർഗറ്റ്. അപ്പം ഗോൾഡ് എന്നാവും, താഴേക്ക് വരും. ഞാൻ ഇറങ്ങാട്ടോ, മൊബൈൽ ചാർജ് പൈസ കിട്ടില്ലേ, ഓടി പൊയ്ക്കോ, ഇന്നത്തത് മതി. ആയിക്കോട്ടെ, പൈസ ഉണ്ടാക്കട്ടെ.
അതന്നെയാണ്. അതല്ല പക്ഷെ ആളെ ഏജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ആള് 11ാമത്തെ വയസ്സിൽ ആള് 2 കൊല്ലം കൊണ്ട് ആള് ഡിസിപ്ലിൻ പഠിച്ചെന്നെ പോകും മാർക്കറ്റിൽ. അതെ അതെ, ചെറിയ പ്രായമായതുകൊണ്ട് ഡിസിപ്ലിൻ പിടിച്ചാൽ കിട്ടൂല. പിടിച്ചാ കിട്ടൂല. അതായത് ഒരു 22 വയസ്സ് ഉണ്ടെങ്കിൽ കേട്ടോളൂ. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഇതാ നമ്മളിത് ഗോൾഡ് ഇറങ്ങുന്നുണ്ട്. ശരി, സപ്പോർട്ട് എടുക്കേണ്ട പോക്കായിരിക്കും. ഇറങ്ങുന്നുണ്ട് ഒരു ഇറക്കം. ആ സപ്പോർട്ട് ഇറങ്ങിയെന്ന യാതൊരു പറഞ്ഞ ഇത് ഈ സപ്പോർട്ടാണ് ഇവിടെ ഉള്ളത്. ഇത് ഇങ്ങനെ ഇത് ബ്രേക്ക് ആവണം മാർക്കറ്റ്. ഈ സപ്പോർട്ട് ഈ ക്യാൻഡിൽ ബ്രേക്ക് ആവണം. ആ ബ്രേക്ക് ആയാ പിന്നെ അടുത്ത് പറയുന്നത് ബൈയിലോട്ട് പോകുന്ന പറയുന്നത് സെല്ലിലേക്ക് പോകും. ഈ സപ്പോർട്ട് വരെ പോകും. എന്റെ ഇതിൽ നോക്കിയാൽ 73 കാണിക്കണം. അത് എത്ര പോയിന്റ് ആണെങ്കിൽ അത് എത്ര നിങ്ങളുടെ ഇതിൽ കിടക്കുന്ന എന്താണ് ബ്രേക്ക് ആവാനുള്ള പോയിന്റ്? ബ്രേക്ക് ആവാനുള്ള ലൈൻ എന്ന് പറയുന്നത് 43.81 81. ഓക്കെ, എന്റെ ഒരു 73 ഞാൻ നേരത്തെ നോക്കിയപ്പോ കിടന്നു. ഗോൾഡ് നല്ലോണം താഴേക്ക് പോകുന്നുണ്ട്. ഗോൾഡ് നല്ലോണം പോകുന്നുണ്ട്. ഇറങ്ങുന്നുണ്ട്. ഇതിലിപ്പം കറന്റ്ലി അതായത് സെഡ് സ്കോർ മൈനസിലേക്ക് വന്നു, ബിയറിഷ് ആയി കാര്യങ്ങൾ. സ്റ്റാറ്റസ് മാത്രമേ ഇപ്പം എന്തുള്ളൂ, ആ ബുള്ളിഷിന്റെ സ്റ്റാറ്റസ് നേരത്തെ ഉള്ള പോലെ തന്നെയാണ്. പക്ഷെ സ്റ്റാറ്റസ് നേരത്തെ സ്റ്റാറ്റസ് പോലെ തന്നെയാണ്. അതായത് ഇത് ബുള്ളിഷ് തന്നെയാണല്ലോ മാർക്കറ്റ് ഉള്ളത്. സ്റ്റാറ്റസ് മാറണമെങ്കിൽ ഇത് ഇതുവരെ ബ്രേക്ക് ആയിട്ടില്ല മാർക്കറ്റ്. ഇവിടെ സപ്പോർട്ട് എടുത്ത് വരികയാണ്. അതായത് മാർക്കറ്റ് ഈ സോണ് അതായത് വീണ്ടും ഈ ഏരിയ സപ്പോർട്ടായി. അതായത് ഈ ഒരു ഏരിയ അതായത് ഈ ഒരു ഏരിയ ഇപ്പൊ ഈ കണ്ടീഷൻ ഇപ്പൊ മാർക്കറ്റിന്റെ കണ്ടീഷൻ അതായത് ബുള്ളിഷ് സോണിലാണ് കണ്ടീഷൻ ഉള്ളത്. പമ്പിലുണ്ട് അത്ര. പക്ഷെ ഈ സോണ് നമുക്ക് എന്താവണോ, ഫസ്റ്റ് സപ്പോർട്ട് ബ്രേക്ക് ആവണം ഇടുന്നു. എന്നാൽ കണ്ടീഷനൊക്കെ നേരെ എന്താവും, തല തിരിയാൻ തുടങ്ങും, എൻട്രിയും വരാൻ തുടങ്ങും നമുക്ക് അവിടെ. ഇപ്പൊ ഇവിടെ 1 മിനിറ്റ് നോക്കുന്ന സമയം ശരിക്കും ഇപ്പൊ എൻട്രി ഇല്ല. ഇപ്പൊ എൻട്രി ആയിട്ടില്ല, വന്നിട്ടില്ല, കൺഫർമേഷൻ വന്നിട്ടില്ല. ഇവിടെ സെഡ് സ്കോർ മൈനസ് ആയി. നല്ല രീതിയിൽ മൈനസ് ആയി. നല്ല രീതിയിൽ മനസ്സിലായി 1.3 ആയി. അപ്പൊ നല്ല ഈ ലൈൻ ബ്രേക്ക് ആവണം മാർക്കറ്റ്. സപ്പോർട്ട് ഈ ഒരു എന്താ പറയാ, ഈ പോയിന്റ് ബ്രേക്ക് ആയാൽ പെട്ടെന്ന് ബ്രേക്ക് ആവൂല. അത് കുറച്ച് സ്ട്രോങ് ആണ് ഈ പോയിന്റ് ബ്രേക്ക് ആകുന്ന ഏരിയ. അല്ലെ നമുക്ക് ഇത് ഇവിടം വരെ എത്തിയിട്ടും ബ്രേക്ക് ആയിട്ടില്ല മാർക്കറ്റ്. മാർക്കറ്റിൽ എന്താ പറയാ, അതായത് ഒരു മൂവ്മെന്റ് ഫ്ലോ കിട്ടാതെ, അല്ലെങ്കിൽ നേരത്തെ സമയമായി ബ്രേക്കാണ്ട സമയമായി. അതൊക്കെ സ്കാൽപ്പിംഗ് എടുത്ത ആളിന് ചിലപ്പോ സെല്ലായിരുന്നു ഈ പ്രോഫിറ്റ് ആയിരുന്നു ഇപ്പൊ കേട്ടോ. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ നടക്കൂ അത് സ്കാൽപ്പിങ്. ഞാനിപ്പോ ഒരു മൈക്രോ സ്കാൽപ്പ് ചെയ്തു, താഴെ എത്തിയിട്ട് തിരിച്ചു പോയ ഫുൾ ബാക്ക് ഇല്ല. $27 സന്ദീപ് ചെയ്തായിരുന്നോ? സന്ദീപേട്ടെ അതാ പറഞ്ഞത്. ഞാനിപ്പോ താഴെ വന്നിട്ട് തിരിച്ചു പോയില്ലേ, അതാ മൈക്രോ സ്കാൽപ്പ് ചെയ്ത. അതിലൂടെ ഞാൻ $27 ഉണ്ടാക്കി. തിരിച്ചു പോയ ഗ്യാപ്പ് ഈ പോയിന്റ് അല്ലേ, ഈ പോയിന്റ് ഒന്നല്ലേ. ഒരു 50. ഹലോ, യെസ്, ഒരു ഡൗട്ട് ഉണ്ട്. സംസാരിച്ചതാണ്. ഇപ്പൊ സ്ട്രോങ് സെല്ല് കിട്ടി. ഇപ്പൊ സ്ട്രോങ് സെല്ല് നമ്മൾക്ക് കിട്ടി. ഓക്കെ, ഇപ്പൊ സെല്ല് എടുക്കാൻ പറ്റുമോ? അപ്പൊ ഈ ബിയർ ട്രാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യാം അല്ലേ വീണ്ടും? ഇതിപ്പോ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ ഡിസൈൻ ചെയ്ത പിന്നെ സോഫ്റ്റ്വെയർ ആണോ ഈ കാണിക്കുന്നത്? ബിയർ ട്രാപ്പ് മാറിയോ? ഇപ്പൊ എന്താ ഇതിലേക്ക് മാറി? എന്താ മാറി? പോയില്ലേ?
സോറി, അപ്പൊ ട്രേഡ് വ്യൂല് ഇതൊന്നും കാണിക്കില്ല. ഓക്കെ. ആ സ്ട്രോങ് സെല്ല് വന്നിരുന്നല്ലോ, വന്ന് പോയി. പക്ഷെ അതില് മറ്റേ 43.93 സെല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ പ്രൈസ് ഇറങ്ങിയിട്ട് ഒരുപാട് താഴെ വന്നിരുന്നില്ല. ഓക്കെ, അത് ആ 43.87 എന്നുള്ള ക്യാൻഡിലാണ് മാറിയത്. ഓക്കെ, അപ്പൊ നമ്മുടെ എൻട്രി നമ്മൾ കൺഫേം ചെയ്തത് എപ്പോഴാണ്? ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ട്രെൻഡ് മാറിയതിന് ശേഷം, സെല്ല് വന്നതിന് ശേഷം ട്രെൻഡ് മാറി ആ ക്യാൻഡില്, പിന്നെ ഈ ബോക്സിൽ എല്ലാം എലൈൻ ആവുന്ന സമയത്ത് എൻട്രി. സാറേ ഡെൻസിറ്റി 0 വന്നിട്ടുണ്ട് സാറേ 5 മിനിറ്റില് ഗോൾഡ്. അല്ല, എക്സ്പ്ലോറും നെഗറ്റീവാ. ഇതിനകത്ത് നിന്ന് തന്നെ കളിക്കുമോ? ആ ബോക്സിനകത്ത് നിന്നുള്ള ഗെയിമാ സാറ് പറഞ്ഞ കണക്ക് 90, 92, 83.
ചെയ്തു അങ്ങനെയാണെങ്കിൽ 1.5 മണിക്കൂറായി നമുക്ക് ഓൾമോസ്റ്റ്. എല്ലാവരും ഒന്ന് കാര്യങ്ങൾ പറയാ. നമുക്ക് അതിന്റെ ചെയ്തുകൂടെ അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ റൂള് ബ്രേക്ക് ചെയ്തുകൂടാ. റൂൾ അത് ഭയങ്കര പ്രശ്നമാണ്. 40 മിനിറ്റ് ആയി. റൂൾസ് എല്ലാവരും ഫോളോ ആർക്കെങ്കിലും FP മാർക്കറ്റിനെ കുറിച്ച് കോൺടാക്ട് നമ്പർ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത നമ്പർ വേണമെങ്കിൽ ഞാൻ പറയാം. ഇപ്പൊ തന്നെ പേര് പറഞ്ഞാൽ മതി. ഗ്രൂപ്പിനകത്തില്ലേ? ഗ്രൂപ്പിലുണ്ട്. ഞാൻ തരാം. നമ്പർ എടുക്കാൻ പറ്റില്ല. ഗ്രൂപ്പ് ഉണ്ടോ? പേരെന്താണ്? സന്ദീപ്. ഓക്കെ, ഞാനൊന്ന്, എന്റെ പേര് ഷാജി എന്നാണ്. ഞാനൊന്ന് അടിച്ചോട്ടെ. 05 അല്ല, എന്റെ നമ്പർ 0+966 966. ഖത്തറോ കുവൈറ്റ് എവിടെ? സൗദി അറേബ്യ. 966 50 ഓക്കെ 6432 705. ഞാനൊന്ന് പറഞ്ഞോട്ടെ. +966 50506432. രണ്ട് 50 ഇല്ല, ഒരു 50. അതാണ് ഒരുപാട് നമ്പർ കാണിച്ചു. ഓക്കെ, ഞാൻ ചേഞ്ച് ചെയ്യട്ടെ. 50 കഴിഞ്ഞിട്ട് 6432 705. സന്ദീപ് അല്ലേ? സന്ദീപ്. ഞാനൊന്ന് മിസ് കോൾ അടിക്കുന്നുണ്ട്. ഓക്കെ, ഷാജി എന്നാണ് പേര്. ഞാൻ സേവ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. താങ്ക് യു വസീം സാറേ. ഞാൻ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിന്. ഇതേപോലെ കമ്മ്യൂണിറ്റി കൊണ്ടുപോയി എല്ലാവർക്കും നല്ലൊരു ഉഷാറാണ്. ഞാൻ പറഞ്ഞേ, ഞാൻ എത്ര സമയം സത്യം പറഞ്ഞോണ്ടല്ലേ സാറേ, എന്റെ ഒരു ടെമ്പറിന് ഇന്ന് നിങ്ങളുടെ കയറിയില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒരു ട്രേഡ് എടുത്തിട്ട് നോക്കിക്കൊണ്ടിരുന്നേനെ. പറയാണ്, നമ്മളുടെ ഡിസിപ്ലിൻ ഇല്ലായ്മയോ ടെമ്പറിന്റെ ഒരു പ്രശ്നമോ വെച്ചിട്ട് ഒരു പക്ഷെ ഞാൻ ആ ഇതിന്റെ എടുത്തിട്ട് ഇന്നിപ്പോ ആരും ഇതിൽ ട്രേഡ് എടുത്തിട്ടില്ല. ആർക്കും ഇതുവരെ പ്രശ്നമില്ലല്ലോ. അതെ, ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉപയോഗം കിട്ടിയത് ഇപ്പൊ ലാസ്റ്റ് അതെ സ്ട്രോങ് സെല്ല് കാണിച്ചപ്പോ നമ്മൾ നോർമൽ എടുക്കും ചിലപ്പോ. അപ്പൊ അതിന്റെ ഒരു ഡിസ്കഷൻ വന്നു, ഇപ്പൊ എടുക്കണ്ട, ഇന്ന സ്ഥലത്ത് ഇങ്ങനെയാണുള്ളത്, അത് മാറട്ടെ എന്നൊക്കെ പറയുമ്പോ നമ്മൾ അതിൽ നിന്ന് ഡിസിപ്ലിൻ ആകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ ക്യാൻഡിൽ വെച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് ഉപകാരമായിരിക്കും. വാട്സാപ്പ് ഗ്രൂപ്പാണോ? വാട്സപ്പ് ഞാൻ എന്റെ പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങളെല്ലാം കണക്ട് ചെയ്യിപ്പിക്കും. നോ പ്രോബ്ലം. യെസ്, അത് ആഡ് ചെയ്യും. എന്നെ എപ്പോഴും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. എന്റെ പേഴ്സണൽ നമ്പറിൽ ആർക്കും എപ്പോഴും കണക്ട് ചെയ്യാം. എന്തെങ്കിലും തിരക്കാണെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു പേര് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിംഗ്ലിംഗ് ആയി ചെറിയൊരു പരിചയം. അപ്പൊ അവരെല്ലാരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് വാട്സപ്പിലാണ് ജോയിൻ പറ്റില്ലല്ലോ. സോഫ്റ്റ്വെയർ വാങ്ങിക്കണം ഭായി ആദ്യം. അതും ആണല്ലോ. എനിക്ക് 5 ദിവസം സമയം കിടക്കില്ല. ചെയ്യും. എന്റെ 5 ദിവസം തീർന്നു. പക്ഷേ എന്റെ 5 ദിവസം കഴിഞ്ഞു. 8301 എന്റെ 5 ദിവസം ലാസ്റ്റ് ദിവസമായിരുന്നു. 8246 ഇല്ല, ഇനിയിപ്പോ മറ്റേത് വരുമ്പോഴത്തേക്കും നിങ്ങൾ വരുമല്ലോ. അതായത് വാട്സപ്പ് ഉണ്ട്. ആൾക്കാരും ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണോ? ഫോറക്സ്, ഗോൾഡ്, എല്ലാത്തിലും ഉണ്ട് ഇതില്. അതായത് ഒരു കാര്യം കൂടി പറയാ, ഇവിടെ മാർക്കറ്റ് മാത്രമേ മാറുന്നില്ല, ചെയ്യേണ്ട പ്രൊസീജിയർ ഒക്കെ സെയിമാ. അല്ല, ഫോറക്സിലാണല്ലോ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക അല്ലെ? അത് വോളിയം കൂടുതൽ എവിടെയാണ്. നമ്പർ ക്ലിയർ ആയി കിട്ടിയില്ല. എല്ലാരും ഒന്ന് സൈലന്റ് ആക്കാം. നമ്പർ ഒന്ന് കൊടുക്കാനാണ്. US ഫ്യൂച്ചർ എങ്ങനെയുണ്ട് മാർക്കറ്റ്? ഒറ്റ മിനിറ്റ്, ഞാൻ നമ്പർ ഒന്ന് നമ്മൾ ഒരാള് നമ്പർ വേണമെന്ന്. 8301 ഓക്കെ 82 446. യെസ്, 446. ഓക്കെ, താങ്ക് യു സർ. വസീം സാറേ, ഷാജിയാണ്. ഞാൻ ഇറങ്ങാണ് ദുബായിൽ നിന്ന്. ഞാൻ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് സോഫ്റ്റ്വെയർ വാങ്ങുന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. പിന്നെ എനിക്ക് നിഫ്റ്റിയും ബൈനാൻസും എനിക്ക് ക്ലിയർ ആക്കി തരണം. അത് ഞാൻ തരും.
അപ്പൊ നമ്മളെല്ലാവരും എന്നാക്ക ഇതേപോലെ, അതായത് ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, അതായത് ഇന്ന് ആരും ട്രേഡ് എടുത്തിട്ടില്ല, നമ്മൾ ഇത്രയും സമയം ഇരുന്നിട്ടും ഒരു പ്രശ്നം ആർക്കും സംഭവിച്ചിട്ടുമില്ല. ഇത്ര ചിന്തിച്ചാൽ മതി. ഇന്നില്ലെങ്കിൽ നാളെ ഇന്ന് എല്ലാവരും അതന്നെ ക്യാപിറ്റൽ അവിടെ ഉണ്ട്. നമുക്ക് നാളെ എന്താ മാർക്കറ്റ് ഇത്രയും വേണ്ട, 1 മണിക്കൂർ സംസാരിച്ചിരുന്നാലും പ്രശ്നമില്ല. അത്ര തന്നെ.